BC 215 വസന്തം. കാർട്ടേജിന്റെ സൈനിക ശക്തി ഇറ്റലിയുടെ മണ്ണിൽ ഹാനിബാളിന് പുതിയ കരുത്തു പകരാൻ തയ്യാറെടുക്കുകയായിരുന്നു. മാഗോ ബാർക്കയുടെ സൈന്യം ഇറ്റലിയിലേക്കും ഹസ്ദുർബാൽ ദി ബാൾഡിന്റെ സൈന്യം സർഡീനിയയിലെ റോമൻ വിരുദ്ധ കലാപം ആളിക്കത്തിക്കുവാനും തയ്യാറായി നിന്നു. എന്നാൽ ആ സൈന്യങ്ങൾ യാത്ര പുറപ്പെടും മുൻപ് ഐബീരിയയിലെ ഹിബേറയിൽ വെച്ചേറ്റ കനത്ത പരാജയത്തിന്റെ വാർത്ത കാർത്തേജിന്റെ സെനറ്റിൽ ഒരു ഇടിത്തീ പോലെ പതിച്ചു. സിപ്പിയോ സഹോദരന്മാരോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ ചൊല്ലി സെനറ്റിൽ വാഗ്വാദങ്ങൾ ആളിക്കത്തി. ആ തർക്കങ്ങൾ രണ്ട് ചേരികളെ തുറന്നുകാട്ടി. ഒന്ന്, ഹാനിബാളിന്റെ ഇറ്റലിയിലെ യുദ്ധത്തെ സർവാത്മന പിന്തുണയ്ക്കുന്ന ബാർക്കറ്റ് പക്ഷം. മറുഭാഗത്ത് ഹാനോ രണ്ടാമന്റെ നേതൃത്വത്തിൽ ഹാനിബാളിന്റെ സാമ്രാജ്യത്വമോഹങ്ങളെ എതിർക്കുന്ന സമാധാനകാംക്ഷികൾ. തർക്കങ്ങൾക്കിടയിലും സർഡീനിയയിലേക്കുള്ള സൈന്യത്തെ അയക്കാൻ തീരുമാനമായി. പക്ഷേ ഐബീരിയയിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുന്നതുവരെ ഇറ്റലിയിലേക്ക് തിരിക്കരുതെന്ന് മാഗോ ബാർക്കയ്ക്ക് കർശന നിർദ്ദേശം ലഭിച്ചു. ഒരിക്കൽ കൂടി തന്ത്രശാലിയായ ഹാനോ രണ്ടാമനും കൂട്ടാളികളും വിജയിച്ചു. ഹാനിബാളിനെ ഇറ്റലിയുടെ മണ്ണിൽ അടുത്ത 9 മാസത്തേക്ക് തനിച്ചാക്കിക്കൊണ്ടവർ സമയം വൈകിപ്പിച്ചു. ഹിബേറയിലെ വിജയം റോമൻ സെനറ്റിന് ആശ്വാസം നൽകിയെങ്കിലും അവരുടെ പൂർണ്ണശ്രദ്ധ ഇറ്റലിയിലെ യുദ്ധമുന്നണിയിലായിരുന്നു. ബ്രൂട്ടിയത്തിലെ സ്ഥിതി ഓരോ നിമിഷവും വഷളായിക്കൊണ്ടിരുന്നു. 8 മാസം നീണ്ടുനിന്ന ഉപരോധത്തിനൊടുവിൽ പെറ്റേലിയ കാർത്തേജിനു മുന്നിൽ കീഴടങ്ങി. ചെറുത്തുനിന്നതിന് ആ നഗരമനുഭവിക്കേണ്ടി വന്നത് അതിക്രൂരമായ ശിക്ഷയായിരുന്നു. വിശ്രമിക്കാൻ പോലും കൂട്ടാക്കാതെ ഹാനോ ദി എൽഡർ തന്റെ സൈന്യവുമായി കോൺസൻഷിയിലേക്ക് കുതിച്ചു. ബ്രൂട്ടിയത്തിൽ റോമിനെ പിന്തുണയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങളായ പെറ്റേലിയയുടെയും കോൺസൻഷിയുടെയും ശക്തി തകർക്കേണ്ടതിന്റെ പ്രാധാന്യം അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. പെറ്റേലിയയിൽ നടന്ന കൊടും ക്രൂരതകളുടെ വാർത്ത കാർത്തേജ് സൈന്യത്തിനു മുൻപേ കോൺസൻഷിയിൽ എത്തിയിരുന്നു. അവിടുത്തെ റോമൻ പക്ഷക്കാർ ഒരു ഉപരോധത്തിന് തയ്യാറെടുക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇറ്റലിയിൽ റോമിന് കാര്യമായ ഒരു വിജയവും പോലും അവകാശപ്പെടാനില്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ആവേശം അണഞ്ഞുപോയിരുന്നു. പെറ്റേലിയയുടെ അതേ ഗതി തങ്ങളെയും കാത്തിരിക്കുന്നുവെന്ന് ഭയന്ന കോൺസൻഷിയിലെ ജനങ്ങൾ ഒടുവിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു. ബ്രൂട്ടിയത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നതോടെ കാർത്തേജിന്റെ പിന്തുണയുടെ ഒരു പുതിയ തരംഗമുണ്ടായി. മലയോര നഗരങ്ങൾ സ്വന്തമായി സൈന്യങ്ങളെ രൂപീകരിച്ച് തങ്ങളുടെ ശത്രുവായ റോമിനോട് കൂറുപുലർത്തിയ ക്രോട്ടൺ എന്ന നഗരത്തോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചു. ഹാനോയുടെ സൈന്യം അധികം വൈകാതെ ലോക്രിയിലെത്തി. ഒരു പോരാട്ടം പോലുമില്ലാതെ ആ നഗരം കീഴടങ്ങി. മറ്റ് നഗരങ്ങളും അതിനെ പിന്തുടർന്നു. ലോക്രി എന്ന വലിയ തുറമുഖം കൈവശമായതോടെ ഹാനോ കാർത്തേജിലേക്കൊരു സന്ദേശമയച്ചു. കാർത്തേജിന്റെ കപ്പലുകൾക്ക് സുരക്ഷിതമായി ഒരു താവളം കണ്ടെത്തിയിരിക്കുന്നു. മാഗോയെയും സൈന്യത്തെയും പടക്കോപ്പുകളെയും പണത്തെയും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് അയയ്ക്കുക. പക്ഷേ ഹാനോ രണ്ടാമനും അയാളുടെ ധനികനായ കൂട്ടാളികൾക്കും മറ്റു ചില പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. 3 മാസമായി മാഗോ ബാർക്ക തന്റെ സൈന്യവുമായി യാത്ര തിരിക്കാൻ സെനറ്റിന്റെ അനുവാദത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഹാനിബാൾ ഇറ്റലിയിൽ റോമനെ പരാജയപ്പെടുത്തിയാൽ യുദ്ധം ജയിക്കുമെന്ന അവനും ബാർക്കറ്റ് പക്ഷക്കാരും ശക്തമായി വാദിച്ചു. എന്നാൽ ബാർക്കറ്റ് ഭലക്കാണ്. ബാർക്കറ്റ് കുടുംബത്തിന്റെ വളർന്ന ശക്തിയെ ഹാനോ രണ്ടാമൻ ഭയന്നു. യുദ്ധം ജയിച്ചാൽ റോമിനെ കീഴടക്കിയ ഹാനിബാൾ കാർത്തേജിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായി മാറുമെന്ന് അയാൾ കണക്കുകൂട്ടി. അയാളെ തടയ്ക്കാൻ പിന്നെ ആരുമുണ്ടാവില്ല. ഒരു ചക്രവർത്തിയെപ്പോലെ അയാൾ വാഴും. അതുകൊണ്ട് ഹാനോയും കൂട്ടരും ഒരു പുതിയ തന്ത്രം മെനഞ്ഞു. ജയിച്ചുകൊണ്ടിരിക്കുന്ന ബാർക്കറ്റ് സഹോദരനല്ല, മറിച്ച് തോൽക്കുന്ന സഹോദരനാണ് സഹായം വേണ്ടെന്നത് അവർ വാദിച്ചു. അങ്ങനെ മാഗോ ബാർക്കാർ ഇറ്റലിയിലെ ലോക്രി തുറമുഖത്തിലെ കപ്പൽ കയറിയില്ല. പകരം 12,000 പരിചയസമ്പന്നരായ ആഫ്രിക്കൻ കാലാൾപ്പടയും 6,000 നുമീഡിയൻ കുതിരപ്പടയുമായി അവൻ ഐബീരിയയിലേക്ക് തിരിച്ചുപോയി. ഹാനിബാളിന് അത്യന്താപേക്ഷിതമായ ആ സൈനിക സഹായം അതോടെ ഇല്ലാതെയായി. ഹിബേറയിലെ പരാജയം സൃഷ്ടിച്ച അലയൊലികളായിരുന്നു അത്. സിപ്പിയു സഹോദരന്മാരുടെ വിജയം ഹാനോ രണ്ടാമനും അയാളുടെ ബാർക്കറ്റ് വിരുദ്ധ പക്ഷത്തിനും ഒരു രാഷ്ട്രീയ ആയുധം നൽകി. അവർ അത് സമർത്ഥമായി ഉപയോഗിച്ചു. തുടർച്ചയായ 3-ാം വർഷവും ഹാനിബാളിന് കാര്യമായ സൈനിക സഹായം ലഭിക്കുന്നത് തടയാൻ അവർക്ക് കഴിഞ്ഞു. വാഗ്ദാനം ചെയ്യപ്പെട്ട സൈന്യത്തിനും പടക്കോപ്പുകൾക്കും പണത്തിനും പകരം ഹാനിബാളിന് ലഭിച്ചത് വെറും 4,000 നുമീഡിയൻ കുതിരപ്പടയും 40 ആനകളും മാത്രം. വിരോധാഭാസമെന്ന് പറയട്ടെ, ഹസ്ദ്രുബാൽ ദി ബാൾഡിന്റെ കീഴിൽ തയ്യാറാക്കിയ 12,000 കാലാൽപ്പടയും 1,500 കുതിരപ്പടയും സർഡീനിയയിലെ റോമൻ വിരുദ്ധ കലാപത്തിന് ശക്തി പകരാൻ യാത്ര തിരിച്ചു. റോമിലും പ്രതിസന്ധികൾക്ക് കുറവില്ലായിരുന്നു. സിസിലിയിലെ സ്ഥിതി അതീവ ഗുരുതരം തുടരുകയായിരുന്നു. അപ്പിയസ് ക്ലോഡിയൂസ് ദ്വീപിന്റെ ചില ഭാഗങ്ങൾ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചു. സൈന്യബലവും വിഭവങ്ങളും കുറവായതിനാൽ അവൻ സിലാക്യൂസിലെ സംഘടിത ശക്തിയെ നേരിടാതെ ദ്വീപിന്റെ വടക്കുള്ള ഗ്രീക്ക് നഗരങ്ങളിലെ കലാപം അടിച്ചമർത്തുക എന്ന
ദുഷ്കരമായ ദൗത്യം ഏറ്റെടുത്തു. 1 വർഷം നീണ്ടുനിൽക്കുന്ന ഒരു ഫലമെന്താകുമെന്ന് ഉറപ്പില്ലാത്ത ഒരു യുദ്ധമായിരുന്നു അത്. സിസിലിയിലെ പ്രശ്നങ്ങൾക്കിടയിലും 215 റോമിന്റെ പ്രധാന ലക്ഷ്യം ഹാനിബാളിനെ തളച്ചിടുക എന്നതായിരുന്നു. റോമിന്റെ മുഴുവൻ വിഭവങ്ങളും കമ്പാനിയയിലെ 3 കൂറ്റൻ സൈന്യങ്ങൾക്കായി നീക്കിവെച്ചു. എന്നിട്ടും റോമൻ ജനറൽമാർ കാർത്തേജുകാരനെ ഒരു തുറന്ന യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ടില്ല. ജാഗ്രതയായിരുന്നു അപ്പോഴത്തെ മുഖമുദ്ര. അതിനിടയിൽ കപ്പുവ ക്യൂമയെ തങ്ങളുടെ പക്ഷത്തേക്ക് മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന കിംവദന്തികൾ വലിയ ആശങ്ക സൃഷ്ടിച്ചു. റോമിന്റെ അധികാരം പുനഃസ്ഥാപിക്കാൻ ഗ്രാക്കസ് വോൾട്ടർനുസ് നദി മുറിച്ചുകിടന്നു. ഒരു കാലത്ത് ഇറ്റലിയിലെ ഏറ്റവും ശക്തമായ നഗരങ്ങളിൽ ഒന്നായിരുന്ന ക്യൂമെ കമ്പാനിയൻ സമതലത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശത്തിന്റെ അരികിലുള്ള ഒരു കുന്നിൻ മുകളിലായിരുന്നു സ്ഥിതി ചെയ്തത്. അതിന്റെ തുറമുഖത്തിന് വിദേശ രാജ്യങ്ങളിലും സ്വാധീനമുണ്ടായിരുന്നു. കിംവദന്തികൾ ശരിയായിരുന്നു. അടുത്തുള്ള ഒരു ഉത്സവത്തിന്റെ മറവിൽ ക്യൂമയിലെ ഉദ്യോഗസ്ഥരെ ചർച്ചയ്ക്ക് ക്ഷണിക്കാനായിരുന്നു കപ്പുവാക്കാരുടെ പദ്ധതി. ചർച്ചകൾ പരാജയപ്പെട്ടാൽ നഗരത്തിലെ പട്ടാളക്കാരിൽ ഭൂരിഭാഗവും ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ നഗരം ആക്രമിച്ച് കീഴടക്കുകയെന്നതായിരുന്നു അവരുടെ ഗൂഢലക്ഷ്യം. കപ്പുവാക്കാരുടെ പദ്ധതിയെക്കുറിച്ച് ഗ്രാക്കസിന് അറിയില്ലായിരുന്നെങ്കിലും സംശയം തോന്നിയ അവൻ പരിസര പ്രദേശങ്ങൾ നിരീക്ഷിച്ച് ക്യൂമയ്ക്കടുത്ത് താവളമടിച്ചു. നഗരവാസികളോട് കോട്ടമതിലുകൾക്കുള്ളിൽ തന്നെ കഴിയാനും ധാന്യങ്ങൾ സംഭരിക്കാനും അവൻ ഉത്തരവിട്ടു. ഹാനിബാളിന്റെ ചതിപ്രയോഗങ്ങളെക്കുറിച്ച് ബോധവാനായ റോമൻ കോൺസൽ ആ തന്ത്രപ്രധാനമായ നഗരം ശത്രുവിന് നഷ്ടപ്പെടാൻ ആഗ്രഹിച്ചില്ല. താമസിയാതെ ഒളിച്ചിരുന്ന കപ്പുവൻ താവളം കണ്ടുപിടിക്കപ്പെട്ടു. അതേ ദിവസം അർദ്ധരാത്രിയിൽ ഗ്രാക്കസ് ഒരു മിന്നലാക്രമണം നടത്തി. കപ്പുവൻ സൈന്യത്തിലെ ഒരു വലിയ വിഭാഗം ക്യൂമേക്കാർ വരുമെന്ന പ്രതീക്ഷയിൽ ഉത്സവപ്പറമ്പിലായിരുന്നതിനാൽ ദുർബലമായ ആ താവളം എളുപ്പത്തിൽ കീഴടക്കപ്പെട്ടു. അവരുടെ സൈന്യാധിപനുൾപ്പെടെ 2000-ലധികം കപ്പുവക്കാർ കൊല്ലപ്പെട്ടു. ഗ്രാക്കസിനെ സംബന്ധിച്ചിടത്തോളം കപ്പുവൻ സൈന്യത്തിന്റെ ഈ കേന്ദ്രീകരണം ഒന്നിനു മാത്രമേ സൂചിപ്പിച്ചുള്ളൂ: അധികം വൈകാതെ കാർത്തേജുകാരുടെ സൈന്യം അവിടെ എത്തും. അവന്റെ ഊഹം ശരിയായിരുന്നു. ഗൂഢാലോചനയെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിരുന്ന ഹാനിബാൾ അപ്പോഴേക്കും യാത്ര തിരിച്ചിരുന്നു. ഫാബിയസിന്റെ ചാരന്മാർ ഹാനിബാളിന്റെ നീക്കം കണ്ടെത്തി. ശത്രു അടുത്തായിരിക്കുമ്പോൾ വോൾട്ടനസ് നബി മുറിച്ചുകടക്കുകയെന്ന അപകടകരമായ നീക്കം നടത്തിയിരുന്നെങ്കിൽ അയാൾക്ക് കാർത്തേജുകാരുടെ സൈന്യത്തിന്റെ വടക്കേ പാർശ്വത്തിൽ സമ്മർദ്ദം ചെലുത്താനുമായിരുന്നു. എന്നാൽ ഫാബിയസ് തന്റെ സുരക്ഷിത താവളം വിട്ടുപോകാൻ വിസമ്മതിച്ചു. ഗ്ലാക്കസ് തനിച്ചായി. അപകടം മണത അവൻ സ്വന്തം ചാരന്മാരുടെ റിപ്പോർട്ടിന് കാത്തുനിൽക്കാതെ അതിവേഗം ക്യൂമയുടെ കോട്ടമതിലുകൾക്കുള്ളിലേക്ക് പിൻവാങ്ങി. അവന്റെ സഹജ വാഗ്ബോധം ശരിയായിരുന്നു. അധികം വൈകാതെ ഒരു നിരീക്ഷണ ഗോപുരത്തിൽ നിന്ന് ഹാനിബാളിന്റെ പതാക ദൂരചക്രവളത്തിൽ തെളിഞ്ഞുവന്നു. BC 215 ജൂണിൽ 40,000 പേരടങ്ങുന്ന സൈന്യവുമായി ഹാനിബാൾ ക്യൂമയുടെ കവാടത്തിലെത്തി. അവൻ അല്പം ദൂരെയായി സൈന്യത്തെ വിന്യസിച്ച് റോമക്കാരെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. 25,000 പേരുണ്ട റോമൻ സൈന്യത്തിന്റെ എണ്ണത്തിൽ കുറവാണെങ്കിലും നഗരത്തിനു മുന്നിലുള്ള ചരിഞ്ഞ ഭൂപ്രദേശം അവർക്ക് അനുകൂലമായിരുന്നു. കാർത്തേജുകാർക്ക് മുകളിലേക്ക് കയറി വേണം കോട്ടമതിലിന് മുന്നിൽ നിലയുറപ്പിച്ച റോമൻ സൈന്യത്തെ ആക്രമിക്കാൻ. എന്നാൽ ഗ്രാക്കസിന്റെ കീഴിലുള്ള സൈന്യം സഖ്യകക്ഷികളും സന്നദ്ധരായ അടിമകളും ചേർന്ന ഒരു മിശ്രിതമായിരുന്നു. റോമൻ കോൺസൽ തന്റെ സൈനികരെ ഒരു മികച്ച യുദ്ധസേനയാക്കി മാറ്റാൻ നിരന്തരം പരിശീലിപ്പിച്ചിരുന്നെങ്കിലും ഹാനിബാളിന്റെ പരിചയസമ്പന്നരായ കൂലിപ്പട്ടാളത്തോട് ഒരു തുറന്ന യുദ്ധത്തിൽ പോരാടാൻ അവർ പ്രാപ്തനല്ലെന്നവൻ കരുതി. അതിനാൽ റോമക്കാർ ക്യൂമയുടെ മതിലുകൾക്കുള്ളിൽ തന്നെ തുടർന്നു. അതേസമയം കാർത്തേജുകാരുടെ യുദ്ധനിരയിൽ നടന്നുകൊണ്ടിരുന്ന നിർമ്മാണം ഒരു താവളം സ്ഥാപിക്കാനല്ല, മറിച്ച് ഉപരോധ ഗോപുരങ്ങൾ നിർമ്മിക്കാനാണെന്ന് വ്യക്തമായി. ഇത്തവണ ഹാനിബാൾ യുദ്ധം അടിച്ചേൽപ്പിക്കാൻ തീരുമാനിച്ചു. റോമക്കാർ തങ്ങളുടെ സ്വന്തം ഗോപുരം നിർമ്മിക്കാൻ തിടുക്കം കൂട്ടി. കാർത്തേജിന്റെ ഗോപുരം തയ്യാറായപ്പോൾ ഒരു സൈനിക വ്യൂഹം അതിനെ പിന്നിൽ അണിനിരന്ന് മതിലിനടുത്തേക്കു മുന്നേറി. ഗ്രാക്കസ് തന്റെ സൈനികരോട് ഹാനിബാളിന്റെ ആക്രമണത്തിന്റെ കേന്ദ്രബിന്ദുവിനെ പ്രതിരോധിക്കാൻ റോമൻ ഗോപുരം സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു. ഇരുവശത്തുനിന്നും അസ്ത്രങ്ങളുടെ ഒരു പെരുമഴ തന്നെയുണ്ടായി. 2 ഗോപുരങ്ങളുടെയും ഭാഗങ്ങളിൽ തീപിടിച്ചു. സൈനികർ അത് അണയ്ക്കാൻ പാടുപെട്ടു. അവസാനം കാർത്തേജുകാരുടെ ഗോപുരം മതിലിനടുത്തെത്തി. മുകളിൽ എണ്ണത്തിൽ കുറവായിരുന്നിട്ടും ഹാനിബാളിന്റെ പരിചയസമ്പന്നരായ സൈനികർ ഉറച്ചുനിന്നും മതിലിൽ തള്ളിക്കയറി. പോരാട്ടം അതിക്രൂരമായിരുന്നു. ഇരുവശവും തളർന്നു വീഴുന്നതുവരെ റോമൻ അച്ചടക്കം നിലനിന്നു. കാർത്തേജുകാർ ഗോപുരം പിൻവലിച്ചപ്പോൾ പരിചയം കുറഞ്ഞ റോമൻ സൈനികർക്ക് ശത്രുവിനോട് ഏറ്റുമുട്ടാൻ ആവേശമായിരുന്നു. ഒരു ചെറിയ വിജയം അവരെ ഒരു തുറന്ന യുദ്ധത്തിന് പ്രേരിപ്പിക്കുമെന്ന് ഹാനിബാൾ പ്രതീക്ഷിച്ചു. എന്നാൽ ഗ്രാക്കസ് കൂടുതൽ വിവേചശീലനായിരുന്നു.
ഹാനിബാൾ മതിലിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ സൈനിക വ്യൂഹങ്ങളെ അണിനിരുന്നതും ശത്രുനിരയുടെ പിന്നിൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും കണ്ടപ്പോൾ ഒരു പുതിയ ആക്രമണം വരുന്നുണ്ട് എന്ന് അവൻ അനുമാനിച്ചു. ആദ്യത്തെ ആക്രമണത്തെ കഷ്ടിച്ചു പ്രതിരോധിച്ച റോമൻ കോൺസൽ തന്റെ സൈനികർക്ക് ഹാനിബാളിന്റെ നഗരാക്രമണത്തെ തടയാൻ കഴിയില്ല എന്ന് ഭയന്നു. അവൻ സൈനികരോട് കോട്ടയ്ക്കുള്ളിലെ പ്രധാന ദുർഗത്തിലേക്ക് പിൻവാങ്ങാൻ ഉത്തരവിട്ടു. എന്നാൽ ക്യൂമയുടെ തെരുവുകളിലും വീടുകളിലും നടക്കുന്ന ഒരലങ്കോലമായ യുദ്ധത്തിൽ തന്റെ വിലപ്പെട്ട സൈനികരെ നഷ്ടപ്പെടുത്താൻ ഹാനിബാളിനും താൽപ്പര്യമില്ലായിരുന്നു. അവനും പിൻവാങ്ങി ടിഫാട്ട പർവ്വതത്തിലെ തന്റെ താവളത്തിലേക്ക് മടങ്ങി. ക്യൂമയിലെ ആക്രമണം നടക്കുന്ന സമയത്ത് ഫാബിയസ് അവസാനം താവളം വിട്ട് നദി മുറിച്ചുകടന്നു. എങ്കിലും അവൻ ഹാനിബാളിനെ പാർശ്വത്തിൽ നിന്നാക്രമിച്ച് പിന്നിൽ വിലകാനായി ശ്രമിച്ചില്ല. പകരം അവൻ സ്യൂസല്ലയിലേക്ക് നീങ്ങി അവിടെ മാർസല്ലസുമായി ചേർന്നു. 3 റോമൻ സൈന്യങ്ങളും ഇപ്പോൾ വോൾട്ടനേസ് നദിയുടെ തെക്കുഭാഗത്തായിരുന്നു. ഹാനിബാൾ കുടുങ്ങി. വിരോധാനമായി ഇറ്റാലിയൻ രാഷ്ട്രങ്ങളെ തന്റെ പക്ഷത്തേക്ക് ആകർഷിക്കുന്നതിൽ അവൻ നേടിയ വിജയം ഇപ്പോൾ ഫാബിയൻ തന്ത്രത്തിന്റെ വിജയത്തിന് കാരണമായി. കാർത്തേജിയൻ ജനറലിന് തന്റെ ചെറിയ സൈന്യത്തെ മറ്റൊരു പ്രദേശത്തേക്ക് നയിക്കാനും റോമക്കാരെ ഒരു യുദ്ധത്തിലേക്ക് ആകർഷിക്കാനും കഴിഞ്ഞില്ല. ഇപ്പോൾ അവനെ സംരക്ഷിക്കാൻ സഖ്യകക്ഷികളുണ്ട്, പ്രധാനമായും കപ്പുവ. എണ്ണത്തിൽ കുറവായിരുന്നിട്ടും താൻ സൃഷ്ടിച്ച സഖ്യത്തെ സംരക്ഷിക്കാൻ അവന് പോരാടേണ്ടി വന്നു. റോമാണെന്നെങ്കിൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കുന്നത് തുടർന്നു. പകരം ശത്രുവിന്റെ സഖ്യകക്ഷികൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തി. ജൂലൈയിൽ മാർസല്ലസ് സാമ്നിയത്തിലെ പട്ടണങ്ങൾ കൊള്ളയടിക്കാൻ താവളം വിട്ടു. ഹാനിബാൾ ഇപ്പോൾ ഒരു ധർമ്മസങ്കടത്തിലായി. 40,000 സൈനികരുമായി അവന് 100,000 റോമാക്കാരെ നേരിടേണ്ടി വന്നു. മാർസല്ലസിനെ തടയാനും ഒരേ സമയം കപ്പുവയെ സംരക്ഷിക്കാനും വേണ്ടി തന്റെ സൈന്യത്തെ വിഭജിക്കാൻ അവന് കഴിയുമായിരുന്നു. പക്ഷേ ഇത് അവനെ പരാജയപ്പെടുത്താനുള്ള വലിയ അപകട സാധ്യതയുണ്ടാക്കും. അല്ലെങ്കിൽ അവന് തന്റെ സൈന്യത്തെ കപ്പുവയ്ക്ക് സമീപം കേന്ദ്രീകരിക്കാനും സാംനൈറ്റ് പട്ടണങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുക്കാനും കഴിയുമായിരുന്നു. ഇത് അവനെ ദുർബലനും തന്റെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവനുമായി കാണിക്കും. ഇത് അവന്റെ ഇറ്റാലിയൻ സഖ്യത്തിന്റെ തകർച്ചയിലേക്ക് വേഗത്തിൽ നയിക്കുമായിരുന്നു. താമസിയാതെ സാംനൈറ്റുകൾ ദൂതന്മാരെ അയച്ചു. ഹാനിബാലിനോട് സഹായം തേടി. കുറച്ച് ആലോചനകൾക്ക് ശേഷം കാർത്തേജുകാരൻ താവളം വിട്ടു. പക്ഷേ അവൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2ാം തവണയും നോലയിലേക്ക് നീങ്ങി. തന്ത്രശാലിയായ ജനറൽ ശരിയായി ഊഹിച്ചു, ഫാബിയൂസോ ഗ്രാക്കസോ അവനെ തുറന്ന യുദ്ധത്തിന് വെല്ലുവിളിക്കില്ല എന്ന്. അങ്ങനെയവൻ റോമക്കാരെ വീണ്ടും കബളിപ്പിച്ചു. ഹാനിബാലിന്റെ ചിന്ത ശരിയായിരുന്നു. കമ്പാനിയെ മുറിച്ചുകൊടുക്കുന്ന പ്രധാന പാതയിലായിരുന്നതിനാൽ നോലയ്ക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ടായിരുന്നു. നഗരത്തിനു ചുറ്റുമുള്ള പ്രദേശം നശിപ്പിക്കുന്നത് അവന്റെ സൈന്യത്തെ തൃപ്തിപ്പെടുത്തുകയും മാർസല്ലസിനെ സാംനിയത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യും. മാത്രമല്ല, നഗരത്തിൽ കാർത്തേജിനോടുള്ള ചായ്വ് ഇപ്പോഴും ശക്തമായിരുന്നു. അത് കാർത്തേജിന്റെ പക്ഷത്തേക്ക് മാറിയാൽ കമ്പാനിയയിലെ ഹാനിബാളിന്റെ ആശയവിനിമയ ശൃംഖലകൾ ശക്തിപ്പെടുകയും റോമക്കാരെ കടലിലേക്ക് തള്ളിവിടുകയും ചെയ്യും. കൂടാതെ ഹാനിബാൾ ഹാനോ ദി എൽഡറിന് ഒരു സന്ദേശമയച്ചു. റീജിയം ആക്രമിക്കാൻ തയ്യാറെടുക്കുകയായിരുന്ന അവനെ കമ്പാനിയയിലേക്ക് തിരികെ വിളിച്ചു. അപകടം തിരിച്ചറിഞ്ഞ മാർസല്ലസ് ഉടൻ തന്നെ തിരികെ യാത്രയായി. നോലയിലെ 2ാം യുദ്ധം ആരംഭിക്കാൻ പോകുകയായിരുന്നു. BC 215 ഓഗസ്റ്റ് മാസം മധ്യം. 1 മാസത്തിലേറെയായി കാർത്തേജിന്റെ സൈന്യം നോല നഗരത്തിന് ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങൾ കൊള്ളയടിക്കുകയായിരുന്നു. ബ്രൂട്ടിയത്തിൽ നിന്നുള്ള ഹാനോയുടെ സൈന്യത്തോടൊപ്പം ചേർന്ന ഹാനിബാൾ നഗരവാസികൾക്ക് അവരുടെ വയലുകളും സ്വത്തുകളും കത്തുന്നത് കാണാൻ കഴിയുന്ന തരത്തിൽ കോട്ടവാതിലുകൾക്ക് മുൻപ് തന്നെ നാശം വിധിച്ചു. ഈ രീതിയിൽ റോമൻ അധികാരം ദുർബലപ്പെടുത്തുന്നതിലൂടെ മാർസല്ലസിനെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചതിന്റെ നാണക്കേട് അനുഭവിക്കാനോ നിർബന്ധിതനാക്കാനും കഴിയുമായിരുന്നു എന്നവൻ പ്രതീക്ഷിച്ചു. ആശ്ചര്യമെന്ന് പറയട്ടെ, നോലയിലെ പ്രമുഖർ ശത്രുവിനെ നേരിടുന്നതിനു പകരം മതിലുകൾക്ക് കാവൽ നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ മാർസല്ലസ് സൈന്യത്തെ അണിനിരത്താൻ ഉത്തരവിട്ടു. നോലയിലെ താമസക്കാർക്കിടയിൽ ഹാനിബാളിനോടുള്ള സപ്പോർട്ട് ശക്തമാണെന്നറിഞ്ഞിരുന്നതിനാൽ രാഷ്ട്രീയ വടംവലി തുടർന്നാൽ നഗരം മുഴുവൻ റോമിനെതിരെ കലാപം നടത്തുന്ന ഒരു യഥാർത്ഥ ദുരന്തമായി ഈ സാഹചര്യം മാറാൻ അവനു മനസ്സിലായി. ഇതിലും മോശമായി ക്യൂമയിൽ ചെയ്തതുപോലെ ഉപരോധ ഗോപുരങ്ങൾ നിർമ്മിക്കാൻ ഹാനിബാളിന് സമയം നൽകിയാൽ റോമൻ സൈന്യം കാർത്തേജിന്റെ മതിലുകളിലെ ആക്രമണത്തിനും തെരുവുകളിൽ വിമതരുമായി പോരാടുന്നതിനുമിടയിൽ കുടുങ്ങിപ്പോകാം. നടപടിയെടുക്കേണ്ട സമയമായി.
അവസാനത്തെ സൈനികനും പുറത്തിറങ്ങിയപ്പോൾ മാർസലസ് കോട്ടവാതിലുകൾ അടയ്ക്കാൻ ഉത്തരവിട്ടു. ഹാനിബാളിനെ നേർക്കുനേർ നേരിടാൻ കൊതിച്ചു. ആദ്യത്തെ ഏറ്റുമുട്ടലിൽ പോലെ വേഗത്തിനുവേണ്ടി അവൻ സൈന്യത്തെ യുദ്ധസജ്ജമായി അണിനിരത്താൻ മെനക്കെട്ടില്ല. വീണ്ടും റോമൻ ആക്രമണത്തിന്റെ ആഘാതം തുടക്കത്തിൽ കാർത്തേജുകാരെ അസന്തുലിതരാക്കി. അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഇരുഭാഗത്തു നിന്നും കൂടുതൽ സൈനികർ യുദ്ധത്തിൽ ചേർന്നു. എന്നിരുന്നാലും പെട്ടെന്നുണ്ടായ ഒരു പേമാരി നിലം ചെളിക്കുളമാക്കി. ഈ സാഹചര്യത്തിൽ ഹാനിബാളിന്റെ പരിചയം സമ്പന്നരായ സൈനികർക്ക് മുൻതൂക്കം ലഭിച്ചു. അവർ റോമൻ നിരക്ക് നഷ്ടങ്ങളുണ്ടാക്കി പിന്നോട്ട് തള്ളി. എന്നാൽ തുടർച്ചയായ പോരാട്ടം ഇരുഭാഗത്തെയും തളർത്തി. രാത്രി അടുക്കുംതോറും സൈനികർ പിന്മാറേണ്ടി വന്നു. പേയ്മാരി കാരണം അടുത്ത 2 ദിവസം ഇരു സൈനികളും തങ്ങളുടെ താവളങ്ങളിൽ തന്നെ കഴിഞ്ഞു. ഭാഗ്യവശാൽ 3-ാം ദിവസം പുലർന്നപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞു, നിലമുറച്ചു. അപ്പോൾ മാർസലസ് ഹാനിബാളിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീണ്ടും തന്റെ സൈന്യത്തെ മതിലുകൾക്ക് മുൻപിൽ അണിനിരത്തി. ഹാനിബാളിനും നോലയിലെ പൗരന്മാർക്കും സന്ദേശം വ്യക്തമായിരുന്നു: റോം പിന്മാറില്ല. ഇത്തവണ വെല്ലുവിളി സ്വീകരിക്കാനുള്ള ഊഴം ഹാനിബാളിൻ്റേതായിരുന്നു. മാർസലസ് സൈനികരെ ആവേശം കൊള്ളിച്ചു. ഒരിക്കൽ ഹാനിബാളിനെ തടയാൻ നിങ്ങൾ കഠിനമായി പോരാടിയിരുന്നു. ഇന്നും കഠിനമായി പോരാടുക. വിജയത്തിന്റെ കൊള്ളമുതൽ നിങ്ങൾ വീണ്ടും കൊയ്യും. ഇരുവശത്തും ഒരു ദയയും കാണിച്ചില്ല. പരിചയം സമ്പന്നരായ കാർത്തേജുകാർ തങ്ങളുടെ മേധാവിത്യം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ റോമാക്കാർ ഹാനിബാലിനെതിരെ തങ്ങളെത്തന്നെ തെളിയിക്കാൻ ഉത്സുകരായിരുന്നു. ഉച്ചതിരിഞ്ഞ് ഏറെ നേരം നീണ്ടു നിന്നത് അതിക്രൂരമായ പോരാട്ടമായിരുന്നു. ക്ഷീണം ബാധിച്ചു. ആയിരക്കണക്കിന് പേർ വീണു. ചിലർ വെട്ടേറ്റും മറ്റു ചിലർ സൈനികരുടെ കൂട്ടത്തിൽ ഞെരിഞ്ഞും അവർന്നു വീണു. പിന്നിൽ മതിലുകളുണ്ടായിരുന്നത് മാർസലസിന്റെ പിൻഭാഗം സംരക്ഷിച്ചു. ഇത് ഹാനിബാളിനെ തന്റെ വേഗതയുള്ള കുതിരപ്പടയെ റോമൻ പാർശ്വങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് തടഞ്ഞു. ജീവമരണ പോരാട്ടം തുടരുകയും റോമാക്കാർ പിടിച്ചു നിൽക്കുകയും കാർത്തേജുകാരെ തളർത്തുകയും ചെയ്തു. രാത്രി വീണ്ടും അടുക്കുംതോറും ഹാനിബാൾ പിന്മാറി. മാർസലസ് വീണ്ടും കാർത്തേജിയൻ ജനറലിനെ നേർക്കുനേർ നിന്നു. അടുത്ത ദിവസം ഇരു സൈന്യാധിപരും തങ്ങളുടെ മരിച്ചവരെ ശേഖരിക്കാനും സംസ്കരിക്കാനും ഒരു താൽക്കാലിക വെടിനിർത്തത്തിന് സമ്മതിച്ചു. നോല റോമിന്റെ കൈകളിൽ തന്നെ തുടർന്നു. BC 2015 സെപ്റ്റംബറോടെ ഹാനോ ദി എൽഡറിന്റെ കീഴിൽ 20,000 സൈനികരും ഹാനിബാളിന്റെ നേതൃത്വത്തിൽ 40,000 സൈനികരുമായി കാർത്തേജുകാർ കമ്പാനിയയിൽ 100,000 റോമൻ സൈനികരെ നേരിട്ടു. എന്നിട്ടും ഹാനിബാളിനെ ഫാബിയസിനെ ഒരു നിർണായക യുദ്ധത്തിന് നിർബന്ധിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും തന്ത്രം മാറ്റി അവൻ പ്രധാന നഗരങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ച് അപ്പോലിയയിലെ ശീതകാല താവളത്തിലേക്ക് കിഴക്കോട്ട് നീങ്ങി. ഹാനോ ദി എൽഡർ അതേസമയം ആ പ്രദേശം കീഴടക്കുന്നത് തുടരാൻ ബ്രൂട്ടിയത്തിലേക്ക് മടങ്ങി. കാർത്തേജിയൻ സൈന്യം കമ്പാനിയിൽ നിന്ന് പോയതോടെ റോമക്കാർക്കൊടുവിൽ കുറച്ച് ആശ്വാസം ലഭിച്ചു. ഫാബിയസ് അടുത്തുള്ള നഗരങ്ങളിൽ നിന്ന് ധാന്യം ശേഖരിച്ച് സ്യൂസുലയിൽ ശീതകാലം കഴിച്ചുകൂട്ടുന്ന റോമൻ സൈന്യത്തിനെത്തിക്കാൻ ഉത്തരവിട്ടു. സഖ്യകക്ഷികളുടെ മേലുള്ള വിതരണഭാരം കുറയ്ക്കാൻ അവൻ മാർസലസിനെ ഒരു ചെറിയ സൈനിക വിഭാഗവുമായി മാത്രം നിർത്തി നോലയിൽ യുദ്ധം ചെയ്ത ബാക്കി സൈന്യത്തെ റോമിലേക്ക് തിരിച്ചയച്ചു. അവിടെ അവർക്ക് കൂടുതൽ കാര്യക്ഷമമായി വിതരണം ചെയ്യാനും വളരെ ആവശ്യമായ വിശ്രമം നേടാനും കഴിയുമായിരുന്നു. ഗ്രാക്കസിനെ ഹാനിബാളിനെ പിന്തുടരാൻ അയച്ചു. സുരക്ഷിതമായ അകലത്തിൽ നിന്നും അവന്റെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ, ഒരു തുറന്ന യുദ്ധം ഒഴിവാക്കാൻ കർശനമായ ഉത്തരവുകളോടെ. റോമിൽ കാപ്പിറ്റോളിൻ കുന്നിന്റെ താഴ്വരയിൽ കുഴിച്ചിട്ട ജയിലിൽ ഒരപായ സൂചന മുഴങ്ങി. ഭൂമിക്കടിയിൽ നിർമ്മിച്ച ഈ സ്ഥലം മരണത്തേക്കാൾ ഭയാനകമായൊരു വിധിയായിരുന്നു. എന്നിട്ടും ഏറ്റവും വിലപ്പെട്ട ഒരു തടവുകാരൻ എങ്ങനെയോ ഈ ഇരുണ്ടതും ഈർപ്പവുമുള്ളതുമായ ഭൂഗർഭ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടു. വേഷം മാറി പ്രാദേശിക മാർക്കറ്റിൽ നിന്നും മോഷ്ടിച്ച കഴുതപ്പുറത്ത് ഓസ്റ്റിയയിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ കപ്പലിൽ കയറി മാസിഡോണിയയിലെ രാജാവിനെ കാണാൻ പുറപ്പെട്ടു. ഹാനിബാളും ഫിലിപ്പും തമ്മിലുള്ള സഖ്യത്തിന് ഇടനിലക്കാരനായ പ്രതിനിധി സംഘത്തിലെ അവസാനത്തെ അംഗമായിരുന്നു ആ നിഗൂഢ മനുഷ്യൻ. വേനൽക്കാലത്ത് ബ്രുണ്ടീസിയം തീരത്ത് വെച്ച് റോമക്കാർ പിടികൂടി ആദ്യം ക്യൂമയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് റോമൻ സെനറ്റ് തടവിന് ശിക്ഷിച്ചു. എന്നാൽ റോമിലെ തടവറകളിൽ ചോദ്യം ചെയ്യലിനിടെ അനുഭവിച്ച പീഡനങ്ങളാൽ മാനസികമായി തകർന്ന ആ നയതന്ത്രജ്ഞന് ഫിലിപ്പിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഉടമ്പടിയുടെ കൃത്യമായ വ്യവസ്ഥകൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും അവന്റെ അതിശയകരമായ രക്ഷപ്പെടൽ മാസിഡോണിയയിലെ രാജാവിന് ഒരു മുൻകരുതൽ നൽകി. ഉടൻ തന്നെ ഒരു പുതിയ പ്രതിനിധി സംഘത്തെ ഹാനിബാളിനെ കാണാനും കരാർ പുതുതായി തയ്യാറാക്കാനും അയച്ചു. കടലക്കുറം ഐബീരിയയിൽ സിപ്പിയോ സഹോദരന്മാർ തങ്ങളുടെ വിജയങ്ങളെക്കുറിച്ച് സെനറ്റിനെ കത്തെഴുതി. എന്നാൽ യുദ്ധത്തിൽ തുടരാനാവശ്യമായ പണം തങ്ങളുടെ കൈവശമില്ലെന്ന് അവർ ഊന്നിപ്പറഞ്ഞു.
സൈനികരുടെയും നാവികരുടെയും വേതനം നൽകാൻ അവർ ഐബീരിയൻ സഖ്യകക്ഷികളിൽ നിന്ന് വലിയ തോതിൽ കടം വാങ്ങിയിരുന്നു. വസ്ത്രം, ധാന്യം തുടങ്ങിയ മറ്റു സാധനങ്ങൾ സെനറ്റ് നൽകണമെന്ന് അവർ നിർബന്ധിച്ചു. സഹായമില്ലെങ്കിൽ ഈ വർഷാവസാനത്തോടെ സൈന്യവും പ്രവിശ്യയും തകരുമെന്നാണ് സിപിഒമാർ അവകാശപ്പെട്ടത്. ഇറ്റലിയിൽ ഹാനിബാളിനെതിരായ യുദ്ധത്തിന്റെ ഉയർന്ന ചിലവിന്റെ കാരണത്താൽ ഐബീരിയയിലെ ശ്രമങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിയാത്ത സെനറ്റിന് കടം നൽകുന്നവരെ സമീപിക്കാതെ മറ്റു മാർഗമില്ലായിരുന്നു. വലിയ ഇളവുകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. ഐബീരിയയിലെ സൈന്യത്തിന് സാധനങ്ങൾ വിതരണം ചെയ്യാൻ കരാറെടുത്തവരെ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അഥവാ അവരുടെ മക്കളോടൊപ്പം അവർക്ക് പലിശ സഹിതം ആദ്യം പണം നൽകാനും ഒരു കപ്പൽ ഛേദമോ ശത്രു പിടിച്ചെടുക്കുകയോ ചെയ്താൽ പോലും പണം ഉറപ്പു നൽകാനും തീരുമാനിച്ചു. ഗതാഗതത്തിന്റെ മുഴുവൻ അപകടസാധ്യതയും രാഷ്ട്രം ഏറ്റെടുക്കുന്നത് അപകടകരമായ ഒരു നിർദ്ദേശമായിരുന്നു. എന്നാൽ റോമൻ സെനറ്റിന് ശരിക്കും മറ്റു മാർഗമില്ലായിരുന്നു. 3 കമ്പനികളായി വിഭജിച്ച 57 സ്വകാര്യ വ്യക്തികൾ കരാർ ഏറ്റെടുത്തു. കപ്പലുകളൊടുവിൽ സ്പെയിനിലേക്ക് പുറപ്പെട്ടു. സിപിഒ സഹോദരന്മാർക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭിക്കും. റോമക്കാർ അറിയാതെ കടം നൽകുന്നവരുമായി അവരെടുത്ത് ഈ റിസ്ക് അവസാന നിമിഷത്തിലായിരുന്നു. കാരണം ഏകദേശം ഇതേ സമയത്താണ് മാഗോ ബാർക്കയെത്തും അധികാരങ്ങളും സൈനിക സഹായവുമായി ഐബീരിയയിലേക്ക് പുറപ്പെട്ടത്. ആരാദ്യം ലക്ഷ്യസ്ഥാനത്തെത്തുന്നുവോ അവർക്ക് സ്പെയിനിലെ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ കഴിഞ്ഞേക്കാം. അതേസമയം ഹസ്ഡ്രുബാൽ ദി ബാൽഗന്റെ സർദീനിയയിലേക്കുള്ള പര്യടനം വഴിതെറ്റി. അവന്റെ കപ്പൽ വ്യൂഹം കാറ്റിൽപ്പെട്ട് ബാലിയാറിക് ദ്വീപുകളിലെത്തി. യാത്ര തുടരുന്നതിനു മുമ്പ് പല കപ്പലുകളും അറ്റപ്പണിക്കുറ്റകൾക്കായി കരയ്ക്ക് കയറ്റേണ്ടി വന്നു. 12,000 കാലാൾപ്പടയും 1,500 കുതിരപ്പടയും ഹാംസിക്കോറയുടെ കാർത്തേജിന് അനുകൂലമായ സർദീനിയൻ കലാപത്തിന് വളരെ സ്വാഗതം ചെയ്യപ്പെട്ട സൈനിക സഹായമായിരുന്നു. 1 വർഷം മുമ്പ് കോർണസിലെ പരാജയത്തിന് ശേഷം അവർക്ക് ഏകദേശം 3,000 സൈനികൾ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. എന്നിട്ടും ഈ കാലതാമസം ടൈറ്റസ് മാൻലിയസ് ടൊൾക്കോട്ടസിനെ കാരാളിസിൽ തന്റെ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാൻ അവസരം നൽകി. സർദീനിയന്മാരുമായുള്ള മുന്നേറ്റത്തെ അതിജീവിച്ച 5,000 സൈനികരോടൊപ്പം പോഷണാഹാരക്കുറവിന്റെയും സ്കർവിയുടെയും മൂലം ആരോഗ്യം കഷ്ടിച്ചു കണ്ടെടുത്ത 4,000 സൈനികരെ കൂടിച്ചേർക്കാൻ അവനു കഴിഞ്ഞു. എന്നിരുന്നാലും ഈ സൈനികൾ പലരും പ്രതിരോധ ചുമതലകൾക്ക് മാത്രമേ യോഗ്യതയുണ്ടായിരുന്നുള്ളൂ. നിർണായകമായി റോമിൽ നിന്ന് 6,000 പേർ കൂടി വരുന്നുണ്ടായിരുന്നു. ഇവർ അനുഭവസമ്പന്നന്മാരല്ലാത്ത സൈനികരായിരുന്നെങ്കിലും ടൈറ്റസിന്റെ സൈന്യനിരയെ ശക്തിപ്പെടുത്തുന്നതിന് അവർ അത്യാവശ്യമായിരുന്നു. BC 2015 ശരത്കാലത്തിന്റെ തുടക്കത്തിലാണ് ഹസ്ദുർബാൽ ദി ബെൽഡ് തറോസിലിറങ്ങിയത്. അവിടെ ഹാംസിക്കോറെ അവനെ സ്വാഗതം ചെയ്തു. സംയുക്ത കാർത്തേജിയ സർദീനിയൻ സൈന്യം തെക്കോട്ട് മാർച്ച് ചെയ്യാൻ സമയം പാഴാക്കിയില്ല. റോമക്കാരിൽ പലരും ഇപ്പോഴും അസുഖബാധ്യസ്ഥരാണെങ്കിൽ അവരുമായി യുദ്ധം ചെയ്യാൻ ഇതിനേക്കാൾ നല്ലൊരു സമയമില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതേസമയം 60 കാർത്തേജിയൻ യുദ്ധക്കപ്പലുകളും അജ്ഞാതമായ എണ്ണം ഗതാഗത കപ്പലുകളും സൈന്യത്തിന്റെ നീക്കം പിന്തുടർന്നു. തീരം പിന്തുടർന്ന് അവർ കാരാളിസിലെത്തി. നഗരം പൂർണ്ണമായി വലയമിട്ട് റോമക്കാരെ പട്ടിണിക്കിടത്തി കീഴടക്കുന്നതായിരുന്നു ഹസ്ദ്രുബാൽ ദി ബാൽഡിന്റെ ഉദ്ദേശം. ഉപരോധത്തെ തകർക്കാനും ആശയവിനിമയ മാർഗങ്ങൾ തുറക്കാനും സമീപത്ത് റോമൻ കപ്പൽ വ്യൂഹമൊന്നുമില്ല. ഒരു നീണ്ട ഉപരോധത്തെ അതിജീവിക്കാൻ ടൈറ്റസിനാവശ്യമായ സാധനങ്ങളുമില്ലായിരുന്നു. നഗരത്തിൽ കുടുങ്ങിയ അവനും അവന്റെ സൈന്യവും നാശത്തെ നേരിടേണ്ടി വരും. മറ്റു മാർഗമില്ലാതെ റോമൻ ജനറൽ തന്റെ രോഗബാധിതരായ സൈന്യത്തെ കാർത്തേജുകാരെ തുറന്ന സ്ഥലത്ത് നേരിടാൻ നയിച്ചു. രണ്ടെതിരാളികളും ഉടൻ തന്നെ ഏറ്റുമുട്ടിയില്ല. ഫ്ലൂമീനി മന്നു നദിയുടെ പടിഞ്ഞാറ് ഒരു തുറന്ന സമതലത്തിൽ താവളമടിച്ചു. അവസരം കിട്ടിയാലുടൻ റോമാക്കാരെ സമ്മർദ്ദത്തിലാക്കാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്ന ഹാസ്ഡ്രുബാൽ ദി ബാൽഡ് ടൈറ്റസ് കരാലിസിന്റെ മതിലുകളുടെ സംരക്ഷണം ഉപേക്ഷിച്ച് പുറത്തുവന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. തന്റെ സൈന്യത്തിന്റെ 1/3 യുദ്ധത്തിന് തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ ഇതൊരു ധീരമായ നീക്കമായിരുന്നു. കാർത്തേജിയൻ ജനറൽ സാഹചര്യം പുനഃപരിശോധിക്കാൻ ആഗ്രഹിച്ചു. ശത്രുവിന്റെ ദൃഢനിശ്ചയം പരീക്ഷിക്കാൻ അവൻ തന്റെ ചെറു സൈന്യങ്ങളെ അയച്ചു. ആദ്യ ദിവസം വേഗതയേറിയ നുമീഡിയൻ കുതിരപ്പട റോമാക്കാരെ സമ്മർദ്ദത്തിലാക്കി. എന്നാൽ ടൈറ്റസിന്റെ സൈനികർ കാർത്തേജുകാരെ ആക്രമിച്ച് നിരവധി ചെറിയ ഏറ്റുമുട്ടലുകളിൽ വിജയിച്ചു. ഹസ്ഡ്രുബാലിന് ഇതൊരു തളർന്ന സൈന്യമായി തോന്നിയില്ല. എന്നിരുന്നാലും 2ാം ദിവസത്തെ ഏറ്റുമുട്ടലോടെ റോമൻ ജനറലിന് തന്റെ സൈന്യത്തിന്റെ ദുർബലമായ അവസ്ഥ മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. അവൻ സൈനികരോട് പ്രതിരോധത്തിൽ തുടരാനും മുന്നോട്ടു പോകരുതെന്നും ഉത്തരവിട്ടു. യുദ്ധത്തിന് യോഗ്യരല്ലാത്ത നിരവധി സൈനികരുള്ളതിനാൽ യഥാർത്ഥത്തിൽ യുദ്ധത്തിന് തയ്യാറായ സൈനികരെ ക്ഷീണം, പരിക്ക് അല്ലെങ്കിൽ മരണം എന്നിവയ്ക്ക് നഷ്ടപ്പെടുത്താൻ അവനു കഴിയുമായിരുന്നില്ല. അങ്ങനെ റോമാക്കാർ പിന്മാറി. ഹസ്ഡ്രുബാൽ കാർത്തിരുന്ന അടയാളമായിരുന്നു അത്. ടൈറ്റസിന്റെ സൈനികർ ദുർബലരായിരുന്നു. 3ാം ദിവസം പ്രഭാതത്തിൽ കാർത്തേജിയൻ സൈനികർക്ക് യുദ്ധത്തിനായി അണിനിരക്കാൻ ഉത്തരവ് ലഭിച്ചു. ഏകദേശം 15,000 കാലാൾപ്പടയും 1,500 കുതിരപ്പടയും യുദ്ധക്കളത്തിലെത്തി. റോമൻ സംഖ്യ 22,000 കാലാൾപ്പട വരെ ഉയർന്നതായി ഉദ്ധരിക്കപ്പെടുന്നു.
എന്നാൽ രോഗവും കഴിഞ്ഞ വർഷം സർദീനിയക്കാരുമായി പോരാടുമ്പോഴുണ്ടായ കനത്ത നഷ്ടവും കാരണം അവരുടെ ഫലപ്രദമായ ശക്തി 16,000 കാലാൾപ്പടയ്ക്കും 1,200 കുതിരപ്പടയ്ക്കും അടുത്തായിരിക്കാനാണ് സാധ്യത. അന്നത്തെ കൃത്യമായ വിന്യാസം അവ്യക്തമാണ്. എന്നാൽ ഹാസ്ഡ്രബാൽ ഒരു ശക്തമായ മധ്യനിര രൂപീകരിച്ചു. പാർശ്വങ്ങളിൽ സർദീനിയക്കാരും കുതിരപ്പടയും ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ടൈറ്റസ് ഇതനുകരിച്ചു. തന്റെ പരിചയസമ്പന്നരും ഏറ്റവും വിശ്രമിച്ചവരുമായ സൈനികരെ മധ്യത്തിൽ നിർത്തി അടുത്തിടെ റോമിൽ നിന്ന് വന്ന അനുഭവപരിചയമില്ലാത്ത സൈനികരും യുദ്ധത്തിന് കഷ്ടിക്ക് യോഗ്യരായവരും പാർശ്വങ്ങളിൽ കുതിരപ്പടച്ചുവകുകളിലും. വിന്യാസം പൂർത്തിയാക്കുമ്പോൾ ഹാസ്ഡ്രബാൽ ആക്രമിക്കാൻ ഉത്തരവിട്ടു. അവൻ മധ്യ ഇടതുവശത്ത് സ്ഥാനം പിടിച്ചു. മാഗോ, ഹാനോ എന്നിവരും കമാൻഡർമാർ ഓരോ ചിറകിലും കുതിരപ്പടയെ നയിച്ചു. ഹാംസിക്കോര വലതുവശത്ത് സർദീനക്കാരെ നയിച്ചു. അതേസമയം അവന്റെ മകൻ ഹിയോസ്റ്റസ് ഇടതുവശത്ത് തന്റെ നാട്ടുകാരോടൊപ്പം സ്ഥാനം പിടിച്ചു. മനഃപൂർവമായ മന്ദഗതിയിലുള്ള മുന്നേറ്റം റോമക്കാരെ ഭയപ്പെടുത്താനായിരുന്നു. ആദ്യത്തെ പ്രഹരങ്ങൾ കൈമാറുന്നതിനു മുൻപ് ടൈറ്റസ് സൈനികരെ സ്ഥിരപ്പെടുത്താൻ ശ്രദ്ധിച്ചു. മധ്യത്തിൽ പോരാട്ടം ഏറ്റവും കഠിനമായിരുന്നു. എന്നാൽ തുടക്കത്തിൽ ഒരു പക്ഷത്തിനും മുൻതൂക്കം നേടാനായില്ല. ഹാസ്ഡ്രബാൽ ഇത് പ്രവചിക്കുകയും ശത്രുക്കളുടെ കുതിരപ്പടയെ യുദ്ധകളത്തിൽ നിന്ന് തുരത്താനും ടൈറ്റസിന്റെ മധ്യനിരയെ വലയാനും മാഗോയ്ക്കും ഹാനോയ്ക്കും ഉത്തരവിട്ടിരുന്നു. റോമൻ കുതിരപ്പട എണ്ണത്തിൽ അല്പം കുറവായിരുന്നെങ്കിലും നുമീഡിയൻകാരെ തടഞ്ഞു നിർത്തി. എന്നാൽ ടൈറ്റസിന്റെ സൈനികർ കാർഥേജുകാരെ ആക്രമിച്ച് നിരവധി ചെറിയ ഏറ്റുമുട്ടലുകളിൽ വിജയിച്ചു. ഹാസ്ഡ്രബാലിന് ഇതൊരു തളർന്ന സൈന്യമായി തോന്നിയില്ല. എന്നിരുന്നാലും 2ാം ദിവസത്തെ ഏറ്റുമുട്ടലോടെ റോമൻ ജനറലിന് തന്റെ സൈന്യത്തിന്റെ ദുർബലമായ അവസ്ഥ മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. അവൻ സൈനികരോട് പ്രതിരോധത്തിൽ തുടരാനും മുന്നോട്ടു പോകരുതെന്നും ഉത്തരവിട്ടു. യുദ്ധത്തിന് യോഗ്യരല്ലാത്ത നിരവധി സൈനികരുള്ളതിനാൽ യഥാർത്ഥത്തിൽ യുദ്ധത്തിന് തയ്യാറായ സൈനികരെ ക്ഷീണം, പരിക്ക് അല്ലെങ്കിൽ മരണം എന്നിവയ്ക്ക് നഷ്ടപ്പെടുത്താൻ അവന് കഴിയുമായിരുന്നില്ല. അങ്ങനെ റോമാക്കാർ പിന്മാറി. നിർണായകമായ നിമിഷം വന്നത് വലതുവശത്ത് സർദീനക്കാരെ നേരിട്ടുകൊണ്ടിരുന്ന റോമൻ സൈന്യം മുന്നണിയിൽ പോരാടി ഹിയോസ്റ്റസ് വീണതിന് ശേഷം അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞപ്പോഴാണ്. അവന്റെ മരണത്തെക്കുറിച്ച് സൈനികർ അറിഞ്ഞപ്പോൾ കാർഥേജൻ ഇടതുവശത്തുള്ള മുഴുവൻ സർദീനിയൻ സംഘവും തകർന്ന് ഓടിപ്പോയി. റോമൻ കാലാൾപ്പടയുടെ ബഹുഭാഗവും തടഞ്ഞു നിർത്താനായില്ല. അവർ ഓടിപ്പോകുന്ന സർദീനക്കാരെ പിന്തുടർന്നു. അവർക്കൊരു ദയയും നൽകിയില്ല, തടവുകാരെ പിടിച്ചില്ല. നിർണായകമായു ടൈറ്റസ് വലതുവശത്ത് ചില കാലാൾപ്പടയെ റാലി ചെയ്ത് കാർഥേജിയൻ മധ്യനിരയെ ആക്രമിക്കാൻ അവരെ അകത്തേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞു. ഹാസ്ഡ്രബാലും അവന്റെ സൈനികരും അവരുടെ നിലപാടിൽ ഉറച്ചുനിന്നു. എന്നാൽ റോമാക്കാർ അവരുടെ സ്ഥാനം വലഞ്ഞപ്പോൾ അവർ ക്രമേണ വെട്ടിമാറ്റപ്പെട്ടു. റോമൻ നാഷ്ടനഷ്ടങ്ങൾ അജ്ഞാതമാണ്. എന്നാൽ ടൈറ്റസിന്റെ സൈന്യത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥയും സർദീനിയയിലെ കഠിനമായ പ്രചാരണത്തിനിടയിലുള്ള ഉയർന്ന മരണനിരക്കും കണക്കിലെടുത്താൽ നാഷ്ടങ്ങൾ ആയിരങ്ങളായിരിക്കാനാണ് സാധ്യത. കാർത്തേജിയൻ സൈന്യത്തിന് പരാജയം വിനാശകരമായിരുന്നു. ഹാസ്ഡ്രബാൽ ദി ബാൾഡ് അവന്റെ ലെഫ്റ്റനന്റുമാരായ മാഗോ, ഹാനോ എന്നിവരോടൊപ്പം പിടിക്കപ്പെട്ടു. ഹിയോസ്റ്റസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അവന്റെ പിതാവ് ഹാംസിക്കോറ യുദ്ധകളത്തിൽ നിന്നും ഓടിപ്പോയി. 12,000 പേർ യുദ്ധത്തിൽ വീണു. 1,500 പേർ തടവുകാരായി പിടിക്കപ്പെട്ടു. സുമാർ 3,000 പേർ രക്ഷപ്പെട്ട തീരത്തേക്ക് പോയി. അവിടെ കാത്തുനിൽക്കുന്ന കപ്പലുകളിൽ കയറി ഉടൻ തന്നെ കാർഥേജിലേക്ക് യാത്രയായി. എന്നാൽ അവർക്ക് അധിക ദൂരം പോകാൻ കഴിഞ്ഞില്ല. ആഫ്രിക്കയിൽ ഒരു കൊള്ളയടിക്കൽ ദൗത്യത്തിൽ നിന്ന് മടങ്ങിവരുന്ന റോമൻ കപ്പൽ വ്യൂഹത്തിന്റെ സിസീലിയൻ സംഘവുമായി അവർ അബദ്ധത്തിൽ കൂട്ടിമുട്ടി. 60 കുതിരപ്പട യുദ്ധക്കപ്പലുകൾക്കെതിരെ 100 കെൻക്രീമുകളുടെ റോമൻ കപ്പൽ വ്യൂഹത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ടായിരുന്നു. ടൈറ്റസ് ഒക്കാറ്റലസ് ക്രാസസിന്റെ നേതൃത്വത്തിൽ അവർ 7 കാർഥേജിയൻ കപ്പലുകൾ പിടിച്ചെടുത്തു. ബാക്കിയുള്ളവ ചിതറി ആഫ്രിക്കയിലേക്ക് നീങ്ങി. യുദ്ധത്തിനു ശേഷം ഹാംസിക്കോറ സർദീനിയൻ സൈന്യത്തിന്റെ ചിതറിയ അവശിഷ്ടങ്ങളോടൊപ്പം കോർണസിലേക്ക് പിന്മാറി. എന്നാൽ മകന്റെ വിധിയെക്കുറിച്ചറിഞ്ഞപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തു. സർദീനിയൻ കലാപം പരാജയപ്പെട്ടു. വിമത നഗരങ്ങൾ റോമിന് കീഴടങ്ങിയതിനാൽ ചില സൈനികർക്ക് ഇറ്റലിയിലേക്ക് മടങ്ങാൻ അനുവാദം ലഭിച്ചു. ഇറ്റലിയിൽ റോമൻ കൃഷിക്ക് സംഭവിച്ച നാശം കണക്കിലെടുത്താൽ ധാന്യവിതരണം തടസ്സമില്ലാതെ പുനരാരംഭിക്കാൻ കഴിഞ്ഞത് ഒരു പ്രധാന ഘടകമായിരുന്നു. നിർണായകമായി കാർഥേജുകാർക്ക് സർദീനിയയിൽ താവളങ്ങൾ നിഷേധിച്ചത് അവിടെ നിന്ന് ഇറ്റലി ആക്രമണ ദൂരത്തിലായിരിക്കുമെന്നുള്ളതായിരുന്നു. സർദീനിയയിലെ റോമനാധിപത്യത്തെ കാർഥേജ് ഭീഷണിപ്പെടുത്താൻ ഇനിയും 5 വർഷം വേണ്ടിവരും. ക്യാമ്പാനിയയിൽ ഫാബിയസ് കാർത്തേജുകാരുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും കൈവശമുള്ള സ്ഥലങ്ങളെ ഉപദ്രവിച്ചു. കപ്പുവയ്ക്ക് ചുറ്റുമുള്ള വയലുകൾ നശിപ്പിച്ചു. എന്നാൽ ഹാനിബാൾ കോട്ടകൾക്ക് നല്ല രീതിയിൽ സാധനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അപ്പൂലിയയിൽ നിന്ന് മടങ്ങിവരുന്നതുവരെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുമെന്നും ഉറപ്പാക്കി. കൂടാതെ വേഗതയേറിയ കപ്പുവൻ ക്രമരഹിത കുതിരപ്പട റോമാക്കാരെ പ്രതിരോധിച്ചു. അവരുടെ വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുത്തി. പട്രോളിംഗ് സംഘങ്ങളെ കൊന്നൊടുക്കി. മാർച്ച് ചെയ്യുന്ന സൈന്യങ്ങൾക്ക് കിണികളൊരുക്കി. ശത്രുപ്രദേശത്ത് കുടുങ്ങിപ്പോകാൻ ആഗ്രഹിക്കാത്ത ഫാബിയസ് തന്റെ ശീതകാല താവളമായ
ശൂസുലയിലേക്ക് പിൻവാങ്ങി. തെക്ക് 4000 നുമിഡിയൻ കുതിരകളും 40 ആനകളും ലോക്രിയിലെത്തി. അവിടെ ഹാനോ ദി എൽഡർ അവരെ സ്വീകരിച്ചു. ഹാനിബാളിന് വാഗ്ദാനം ചെയ്ത സൈനികരുടെ എണ്ണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊരു നാമമാത്രമായ സേനയായിരുന്നു. യുദ്ധത്തിലുടനീളം കാർത്തേജ് ഇറ്റലിയിലേക്ക് കടൽ വഴി അയച്ച ഒരേയൊരു സൈനിക സഹായം ഇതായിരുന്നു. അവന്റെ അംഗബലം ഏകദേശം 23,000 ഉയർന്നപ്പോൾ ഹാനോ ദി എൽഡർ ബ്രൂട്ടിയത്തിലെ അവസാനത്തെ റോമൻ ശക്തികേന്ദ്രങ്ങളിലൊന്നായ സുപ്രധാന നഗരമായ റീജിയം ഉപരോധിക്കാൻ പടിഞ്ഞാറോട്ട് നീങ്ങി. 1 മാസത്തിലേറെയായി ഹാനോ നഗരം ഉപരോധിച്ചു. പക്ഷേ കടൽ വഴി സാധനങ്ങൾ എത്തുന്നത് പൂർണ്ണമായി തടയാൻ കഴിഞ്ഞില്ല. മതിലുകളിൽ 2 പ്രധാന ആക്രമണങ്ങൾ നടത്തി. രണ്ടും പരാജയപ്പെട്ടു. അപ്പോൾ ബ്രൂട്ടിയക്കാരിൽ നിന്നൊരു സന്ദേശം വന്നു. ക്രോട്ടൺ നഗരം പിടിച്ചെടുക്കാൻ സഹായം അഭ്യർത്ഥിച്ചു. ഹാനോ ഉപരോധം ഉപേക്ഷിച്ച് കിഴക്കോട്ടു കുതിച്ചു. പ്രചാരണകാലം അവസാനിക്കുകയായിരുന്നു. റീജിയം ഒരു വിലപ്പെട്ട ലക്ഷ്യമായിരുന്നെങ്കിലും ക്രോട്ടണും വലിയ പ്രാധാന്യമുള്ളതായിരുന്നു. അതിന്റെ കോട്ട ചുറ്റുമുള്ള പ്രദേശത്തെ നിയന്ത്രിച്ചു. ബ്രൂട്ടിയക്കാർ മതിലുകൾ തകർക്കുന്നതിൽ വിജയിച്ചെങ്കിലും കോട്ട പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഹാനായുടെ വരവിന് ശേഷം കോട്ട പിടിച്ചെടുത്തു. കാർത്തേജുകാർക്കിപ്പോൾ ബ്രൂട്ടിയത്തിലെ തങ്ങളുടെ എല്ലാ ശ്രമങ്ങളും റീജിയത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു. ആ മേഖലയിൽ റോമിനോട് കൂറുണ്ടത അവസാനമായിരുന്ന നഗരം ഹാനിബാൾ അതേസമയം ആർപിയിൽ ശീതകാലത്തിനായി താവളമടിക്കുകയായിരുന്നു. മറ്റു യുദ്ധരംഗങ്ങളിലെ കാർത്തേജിന്റെ ജനറൽമാരുടെ മോശം പ്രകടനവും കാർത്തേജിയൻ സെനറ്റിൽ നിന്ന് ഇറ്റലിയിലെ യുദ്ധത്തിന് പിന്തുണയില്ലാത്തതുമാണ് തന്റെ ഏറ്റവും വലിയ ബലഹീനതയെന്ന് അപ്പോഴേക്കും വ്യക്തമായിരുന്നു. റോമാക്കാർ നിർണായക യുദ്ധങ്ങളിൽ പോരാടാൻ വിസമ്മതിക്കുകയും പകരം ജീവൻ മരണ പോരാട്ടം തിരഞ്ഞെടുക്കുകയും ചെയ്തതോടെ ഹാനിബാളിന് കൂടുതൽ സൈനികർക്കായി നിരാശനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനില്ലാതെ അവനെ അധികകാലം റോമാക്കാരോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ 215 ശൈത്യകാലത്ത് ഹാനിബാളിനൊരു സന്തോഷവാർത്തയുണ്ടായിരുന്നു. മസിഡോണിലെ ഫിലിപ്പിൽ നിന്നുള്ള മറ്റൊരു പ്രതിനിധി സംഘം ആർപിയിൽ ഹാനിബാളിനെ കണ്ടുമുട്ടി. മുൻ എംബസി തടസ്സപ്പെടുത്തുകയും തടവിലാക്കുകയും ചെയ്തെന്നും ആദ്യ കരാറിന്റെ നിബന്ധനകൾ നഷ്ടപ്പെട്ടുവെന്നും അവർ കാർത്തേജിയൻ ജനറലിനെ അറിയിച്ചു. രണ്ടാമത്തെ കരാർ തയ്യാറാക്കി പ്രതിനിധികൾ വീണ്ടും മസിഡോണിലേക്ക് പുറപ്പെട്ടു. ഇത്തവണ റോമൻ നാവിക പട്രോളിംഗുകൾ വിജയകരമായി ഒഴിവാക്കി. ഫിലിപ്പിന്റെ സൈന്യം അടുത്ത വർഷം യുദ്ധത്തിൽ ചേരും. ഹാനിബാളിന് സിറാക്യൂസിൽ നിന്നും ഒരു എംബസി ലഭിച്ചു. കാർത്തേജിന് അനുകൂലമായ വിഭാഗം കഴിഞ്ഞ ശൈത്യകാലത്ത് ദ്വീപിലെത്തിയ ഹിപ്പോക്രാറ്റസും എപ്പിസെഡസും എന്ന നേതാക്കളാൽ പ്രേരിപ്പിച്ച യുവരാജാവായ ഹിറോനിമസിനെ ഹാനിബാളിന്റെ പക്ഷത്തേക്ക് പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധനാക്കാൻ പ്രേരിപ്പിച്ചു. യുദ്ധത്തിനു ശേഷം സിസിലിയുടെ പൂർണ്ണ നിയന്ത്രണം നൽകുമെന്ന വാഗ്ദാനത്തിൽ ഹിറോനിമസിന്റെ സൈന്യത്തിനിപ്പോൾ ദ്വീപിൽ നിന്ന് റോമാക്കാരെ തുരത്താൻ പടിഞ്ഞാറോട്ടു നീങ്ങാനും സിറാക്യൂസൻ കപ്പൽ വ്യൂഹത്തിന് മെസ്സിന കടലിടുക്കിന് ചുറ്റുമുള്ള കടലുകളിൽ മത്സരിക്കാനും കഴിയും. ഇത് റോമിനെ ദ്വീപിൽ ഒരു ചുവടുറപ്പിക്കാൻ വിലപ്പെട്ട വിഭവങ്ങൾ സിസിലിയിലേക്ക് തിരിച്ചുവിടാൻ നിർബന്ധിതരാക്കി. സിസിലി ഒരു പൂർണ്ണമായ യുദ്ധരംഗമായി മാറിയത് ഹാനിബാളിന് കുറച്ച് സമ്മർദ്ദം കുറയ്ക്കുകയും ഇറ്റലിയിലെ അവന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു. അത് എത്രമാത്രം കഠിനമായിരുന്നുവെന്ന് റോമൻ സെനറ്റ് അടുത്ത വർഷം മാർസെലസിനെ അല്ലാതെ മറ്റാരെയും ദ്വീപിലേക്ക് മാറ്റാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇത് ഹാനിബാളിനെ യുദ്ധത്തിൽ തടയുന്നതിൽ ഇതുവരെ വിജയിച്ച ഒരേയൊരു റോമൻ ജനറലിനെ ഇറ്റലിയിൽ നിന്നും തട്ടിയെടുക്കും. കാർത്തേജിൽ നിന്ന് സമ്പുഷ്ടമായ സഹായം ലഭിച്ചിട്ടും ഹാനിബൽ സിസിലിയിലെയും മാസിഡോണിലെയും സംഭവങ്ങൾ BC 214 മുൻകൈ നിലനിർത്താൻ ശ്രമിക്കും. BC 214 ജനുവരി ട്രെവിയ, ട്രാസിമൻ, ഖാനെ എന്നിവയിലെ വിജയിയായ കാർത്തേജിൻ ജനറൽ ഹാനിബാൾ ദക്ഷിണ ഇറ്റലിയിൽ അവന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. അവന്റെ സൈന്യം റോം അയച്ചത് എല്ലാത്തിനെയും പരാജയപ്പെടുത്തി. എന്നാൽ വർഷങ്ങളുടെ പ്രചാരണം, കാർത്തേജിൽ നിന്നുള്ള പിന്തുണയില്ലായ്മ അവന്റെ ധീയരായ സൈനികരെ തളർത്തിയിരുന്നു. പലരും കഴിഞ്ഞ 7 വർഷമായി അവനോടൊപ്പമുണ്ടായിരുന്നു. ഐബീരിയയിലെ ഗോത്രങ്ങളെ കീഴടക്കി ഗോളിലൂടെ മാർച്ച് ചെയ്ത് ആൽപ്സ് പർവ്വതനിരകൾ മുറിച്ചുകിടന്ന് ഇറ്റലിയിലേക്ക് യുദ്ധം കൊണ്ടുവന്നു. എന്നിട്ടും റോം എപ്പോഴാണ് തോൽക്കുന്നതെന്ന് അറിയാത്തൊരു ശത്രുവാണെന്ന് സ്വയം തെളിയിച്ചു. ഫാബിയസ് മാക്സിമസ് ഹാനിബാളിന്റെ മിന്നൽ പ്രചാരണം മന്ദഗതിയിലാക്കിയും റോമിന്റെ തകർന്ന സൈന്യങ്ങളെ പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു. ജനുവരിയിൽ 6 സൈന്യങ്ങളെ കൂടി റിക്രൂട്ട് ചെയ്ത കോൺസലിന് ഇപ്പോൾ 18 സൈന്യങ്ങൾ കൈവശമുണ്ടായിരുന്നു. എല്ലാ യുദ്ധരംഗങ്ങളിലുമായി ഏകദേശം 2 ലക്ഷം സൈനികർ. റോമക്കാരുടെ ദൃഢനിശ്ചയം സംശയാതീതമായിരുന്നു. കടലാസിൽ ഹാനിബാളിന് 60,000 സൈനികരുമായി തന്റെ ശത്രുവിന്റെ ശക്തിയെ നേരിടാൻ കഴിയില്ലായിരുന്നു. എന്നാൽ സംഖ്യാപരമായി കുറഞ്ഞായിരുന്നെങ്കിലും അവൻ പലപ്പോഴും റോമക്കാരെ കബളിപ്പിച്ചിരുന്നു.
ഒരു ചെസ് കളിയിൽ ഒരു രാജാവിനേക്കാൾ ശക്തനാകാൻ ഒരു കാലാളിന് കഴിയുമെന്ന് മനസ്സിലാക്കിയ ഒരാളുണ്ടെങ്കിൽ അത് ഹാനിബാളായിരുന്നു. ആർപ്പിക്കടുത്തുള്ള തന്റെ ശീതകാല താവളത്തിൽ ഹാനിബാൾ BC 214 പ്രചാരണത്തിന് അപ്പൂലിയയെ ഒരു താവളമായി ഉപയോഗിക്കാൻ തയ്യാറെടുത്തു. എന്നാൽ മഞ്ഞുരുകിയ ഉടൻ തന്നെ കപ്പുവയിൽ നിന്ന് ഒരു ദൂതനെത്തി. കപ്പുവക്കാർ കമ്പാനിയയ്ക്ക് ചുറ്റും റോമൻ സൈന്യം പുതുതായി കെട്ടിപ്പടുത്തുന്നതിനെ ഭയപ്പെട്ടു. റോം ഏറ്റവും കൂടുതൽ വെറുത്തത് അവരുടെ കൂറുമാറ്റമാണെന്ന് അവർക്കറിയാമായിരുന്നു. അവർ ഹാനിബാളിന്റെ സഹായം അഭ്യർത്ഥിച്ചു. സന്ദേശത്തിന്റെ അടിയന്തരാവസ്ഥ കണക്കിലെടുത്ത് ഹാനിബൾ അപ്പൂലിയയിലെ തന്റെ പദ്ധതികൾ ഉപേക്ഷിച്ച് ബ്രൂട്ടിയത്തിലെ ഹാനോയോട് വടക്കോട്ട് മാർച്ച് ചെയ്ത് കമ്പാനിയിൽ വെച്ച് തന്നെ കാണാൻ സന്ദേശമയച്ചു. അപ്പനൈൻ പർവ്വതനിരകളിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഹാനിബാൾ ലൂസേറിയയിലെ റോമൻ താവളത്തിനടുത്തുകൂടി ധിക്കാരപരമായി തന്റെ സൈന്യത്തെ നയിച്ചു. രണ്ട് സൈന്യങ്ങൾക്കും പരസ്പരം കണ്ണിൽ നോക്കാൻ കഴിയുമായിരുന്നു. ഒരു ഉത്സാഹിയായ റോമൻ സെഞ്ചൂറിയൻ തന്റെ സൈനികരുടെ നേരെ തിരിഞ്ഞു. ആക്രമണത്തിന് സിഗ്നൽ നൽകാൻ പോകുന്നതുപോലെ. ഹാനിബാളിനെ ആക്രമിക്കാൻ എപ്പോഴെങ്കിലും ഒരു സമയമുണ്ടായിരുന്നുമെങ്കിൽ അതിപ്പോഴായിരുന്നു. അവന്റെ സൈന്യം മാർച്ചിംഗ് രൂപത്തിൽ ദുർബലമായിരിക്കുമ്പോൾ. പക്ഷേ ഗ്രാക്കസ് ആശങ്കാകുലനായിരുന്നു. ഹാനിബാളിന് റോമൻ താവളത്തിനടുത്തുകൂടി കടന്നുപോകാൻ ധൈര്യമുണ്ടായിരുന്നത് അവൻ അവരെ ഒരു കെണിയിലേക്ക് ആകർഷിക്കുകയാണെന്ന് തീർച്ചയായും അർത്ഥമാക്കുന്നു. അല്ലെങ്കിൽ ഗ്രാക്കസ് അങ്ങനെ കരുതി. ഇതാണ് ഹാനിബാൾ താൻ ചിന്തിക്കണമെന്നാഗ്രഹിച്ചതെന്ന് അവൻ അറിയില്ലായിരുന്നു. കപ്പുവയുടെ സഹായത്തിനെത്താനുള്ള തിടുക്കത്തിൽ തന്ത്രശാലിയായ കാർത്തീജിയൻ ജനറൽ ഒരു കണക്കുകൂട്ടിയ റിസ്ക് എടുത്തു. ആക്രമണത്തിന് സ്വയം വിധേയമാകുന്നത് ഒരു പ്രകോപനമായി കാണപ്പെടുമെന്നും അത് ഗ്രാക്കസിനെ ഒരൊളിഞ്ഞിരിപ്പിനെ ഭയന്ന് ഒരിടത്ത് പിടിച്ചു നിർത്തുമെന്നും അവൻ അറിയാമായിരുന്നു. എന്നിട്ടും റോമൻ ജനറലിന്റെ സംശയങ്ങൾക്കിടയിലും ഒരു കെണിയുമുണ്ടായിരുന്നില്ല. എന്നാൽ ഇതു തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഹാനിബാളിനെ തെറ്റായ കാൽവെപ്പിൽ പിടികൂടാനുള്ള അവസരം നഷ്ടപ്പെട്ടിരുന്നു. ഹാനിബാൾ റോമൻ നേതൃത്വത്തിലുണ്ടാക്കിയ ഈ മരവിപ്പിക്കുന്ന ഭ്രാന്ത് കേട്ടുകേഴ്വിയില്ലാത്തതായിരുന്നു. റോമിന്റെ ചരിത്രത്തിലുടനീളം മറ്റേതൊരു ശത്രുവും ഇതാവർത്തിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ അവൻ കപ്പുവയിലേക്ക് മടങ്ങുകയായിരുന്നു. ഗ്രാക്കസ് പിന്തുടരുന്നുമ്പോൾ ഹാനിബാൾ ബെനവെന്റയുടെ ഭൂമികൾ കൊള്ളയടിച്ചു. തന്റെ ശത്രുവിനെ ഒരു പോരാട്ടത്തിന് പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും ഗ്രാക്കസ് ബെനവെന്റോയ്ക്കപ്പുറം മുന്നേറരുതെന്ന് കർക്കശമായ ഉത്തരവിന് കീഴിലായിരുന്നു. അതിനാൽ കാർത്തീജിയൻ സൈന്യം രക്ഷപ്പെട്ടു. ഈ സമയത്ത് റോമൻ നേതൃത്വം ഏറ്റവും വിചിത്രമായൊരു പ്രതിസന്ധി നേരിട്ടു. ദുശ്ശഗുണങ്ങൾ. ഒരു സ്ത്രീ പുരുഷനായി മാറിയത് സാക്ഷികൾ കണ്ടു. ഒരു കാക്ക ഒരു ക്ഷേത്രത്തിനുള്ളിൽ കൂട് നിർമ്മിച്ചു. ഒരു മരം സ്വയം തീപിടിച്ചു. മൃഗങ്ങൾ മനുഷ്യന്റെ ഭാഷയിൽ സംസാരിച്ചു. ഇതുപോലുള്ള വ്യാപകമായ കാഴ്ചകൾ രാഷ്ട്രത്തെ സ്തംഭിപ്പിച്ചു. അന്തശുഷികളായ റോമന്മാരുടെ മനസ്സിൽ ദൈവങ്ങൾ സന്തുഷ്ടരല്ലായിരുന്നു. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കുമായിരുന്നു, പ്രത്യേകിച്ചും യുദ്ധസമയത്ത്. നിരവധി ആഴ്ചകളോളം സെനറ്റ് നടപടികൾ നിർത്തിവെച്ചു. അതുവഴി വിപുലമായ ആചാരങ്ങൾ നടത്താൻ കഴിഞ്ഞു. ദിവ്യജ്ഞാനികളെയും ജ്യോതിഷന്മാരെയും സമീപിച്ചതിനുശേഷം ദൈവത്തിന്റെ സമാധാനം എന്ന് വിളിക്കുന്നവ ഉറപ്പിച്ചതിനുശേഷം റോം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞു. എന്നാൽ കപ്പുവയിലെത്തിയപ്പോൾ കപ്പുവക്കാർ മുൻപ് റിപ്പോർട്ട് ചെയ്തതുപോലെ സാഹചര്യം അത്ര അടിയന്തരമല്ലായിരുന്നു. റോമൻ സാന്നിധ്യം വർദ്ധിച്ചിരുന്നു, അത് ശരിയാണ്. എന്നാൽ BC 215 അവസാനത്തോടെ കമ്പാനിയെ വിടുന്നതിനു മുൻപ് കാർട്ടീജിയൻ ജനറൽ ഇതിനായി തയ്യാറെടുത്തിരുന്നു. അവൻ ഈ മേഖലയിലുടനീളം കോട്ടകൾ ഇരട്ടിയാക്കി, കോട്ടകൾ ശക്തിപ്പെടുത്തി, ഒരു വർഷം നിലനിൽക്കാനാവശ്യമായ സാധനങ്ങൾ സംഭരിച്ചു. അതിനാൽ റിപ്പോർട്ടുകൾക്കിടയിലും കമ്പാനികയിൽ അവന്റെ സാന്നിധ്യം ആവശ്യമല്ലായിരുന്നു. അപ്പൂലിയയിൽ നിന്ന് അവനെ തിരിച്ചു വിളിച്ചത് കപ്പുവക്കാരുടെ ഒരു വലിയ മണ്ടത്തരമായിരുന്നു. കാരണം അത് BC 214 എല്ലാ പദ്ധതികളും നശിപ്പിച്ചു. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് ക്വിന്റസ് ഫാബിയസ്, അതായത് ഫാബിയസ് മാക്സിമസിന്റെ മകൻ, അപ്പൂലിയയിൽ ഹാനിബാളിന്റെ അഭാവം മുതലാക്കി ആകെ അസ്കുലം എന്നീ നഗരങ്ങൾ പിടിച്ചെടുത്തു. ഇതു കാര്യമാക്കാതെ കുറച്ചുകാലം ഹാനിബാൾ പുട്ടിയോളി നഗരം ഉപരോധിച്ചു. അവൻ കപ്പുവയിലെ തന്റെ താവളത്തിനടുത്തുള്ള ഒരു തുറമുഖം സുരക്ഷിതമാക്കാൻ ശ്രമിച്ചു. ഇവിടെ വെച്ചാണ് അവനൊരു അപ്രതീക്ഷിത സന്ദർശനം ലഭിച്ചത്. തെക്കൻ ഇറ്റലിയിലെ ഒരു ഗ്രീക്ക് നഗരമായ ടാരന്റത്തിൽ നിന്ന് 5 പ്രഭുക്കന്മാർ ഹാനിബാളിനെ കാണാൻ വന്നിരുന്നു. ഈ മനുഷ്യർ മുമ്പ് റോമിനുവേണ്ടി പോരാടിയവർ. ഇങ്ങ് ചിലർ കാർത്തീജിയന്മാരാൽ പിടിക്കപ്പെട്ടവർ തേരിസിലും മറ്റു ചിലർ കെന്നയിലുമായിരുന്നു. എന്നാൽ അവർ റോമൻകാർ അല്ലായതുകൊണ്ട് ഹാനിബാൾ അവരോട് മാനികമായി പെരുമാറിയെന്നും അവരെ വീടുകളിലേക്ക് അയച്ചുവിടുകയും ചെയ്തു. അവൻ ഇറ്റലിയിൽ വന്നത് റോമിനോട് പോരാടാൻ മാത്രമാണെന്നും പ്രഖ്യാപിച്ചു. ഈ ഔദാര്യം ഫലം കണ്ടു. കാർത്തേജുമായി സഖ്യം ചേർന്നാൽ തങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണാധികാരം ലഭിക്കുമെന്ന് വിശ്വസിച്ച ഈ ഗ്രീക്കുകാരാണ് ഇപ്പോൾ വന്നത്. റോമിന്റെ കഠിനമായ പെരുമാറ്റത്തെ അവർ വെറുത്തു. തങ്ങളുടെ ദീർഘകാലം നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കാനുള്ള ഈ അവസരമായി അവരിതിനെ കണ്ടു.
ഒരു കാലത്ത് ടാരണ്ടം തെക്കൻ ഇറ്റലിയിലെ ഒരു പ്രധാന പ്രാദേശിക ശക്തിയും മാഗ്ന ഗ്രേഷ്യയിലെ ഒരു പ്രമുഖ ശക്തിയുമായിരുന്നു. സമ്പന്നമായ തുറമുഖവും വിശാലമായ ഫലഭൂയിഷ്ഠമായ ഉൾനാടുകളുമായിരുന്നു നഗരത്തിനുണ്ടായിരുന്നത്. എന്നാൽ പിർഹസ് രാജാവിന്റെ പിന്മാറ്റവും തുടർന്നുള്ള റോമൻ കീഴടക്കവും തെക്കൻ ഇറ്റലിയിലെ ടാരന്റൈൻ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചു. റോമുമായി ഒരു അസമമായ സഖ്യത്തിലേർപ്പെടുക നഗരം നിർബന്ധിതമായി. ഇത് റോം വിദേശ നയത്തെ പിന്തുണയ്ക്കാൻ അവരെ നിർബന്ധിച്ചു. അതിന്റെ കോട്ടയിൽ ഒരു റോമൻ കോട്ട സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. റോം യുദ്ധത്തിനു പോകുമ്പോൾ കപ്പലുകളും സൈനികരും സംഭാവന ചെയ്യാൻ അവരെ നിർബന്ധിച്ചു. മാത്രമല്ല വാർഷിക കപ്പം നൽകാനും. ഇപ്പോൾ 50 വർഷത്തിൽ കൂടുതൽ കാലമായി ടാരണ്ടത്തിൽ ചുമത്തിയ കഠിനമായ സാമ്പത്തികവും സൈനിക ഭാരങ്ങളും റോമൻ ആധിപത്യത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയിലേക്കുള്ള അതിന്റെ അനിവാര്യമായ സ്വാംശീകരണവും പല ടാരന്റന്മാർക്കും അലോസരമുണ്ടാക്കുന്ന ഒരു സ്രോതസ്സായിരുന്നു. യോഗത്തിൽ 5 പ്രഭുക്കന്മാരും പ്രഖ്യാപിച്ചു, നഗരത്തിൽ കാർത്തേജിന് അനുകൂലമായ ഒരു വിഭാഗം രൂപീകരിക്കപ്പെട്ടു വരികയാണെന്ന്. ഹാനിബാളിന്റെ പതാക ടാരന്റത്തിനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാൽ കവാടങ്ങൾ തുറക്കുമെന്ന് അവർ അവകാശപ്പെട്ടു. ഹാനിബാൾ അവരുടെ വികാരത്തെ സ്വാഗതം ചെയ്തു. ഉടൻ തന്നെ താൻ അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞു. അതേസമയം ഫാബിയസ് മാക്സിമസും മാർസെല്ലസും വീണ്ടും കോൺസലുകളായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ അവരുടെ ഏറ്റവും വലിയ ആശങ്ക ഹാനിബാളും ഹൈറോണിമസും തമ്മിലുള്ള സഖ്യമായിരുന്നു. സിറാക്കൂസൻ കപ്പൽ വ്യൂഹം കാർത്തേജിയൻ നാവികസേനയോടൊപ്പം ചേർന്ന് സിസിലിക്ക് ചുറ്റുമുള്ള കടലുകളിൽ ആധിപത്യം സ്ഥാപിക്കാനും ഹാനിബാളിന് സൈനികരെയും സാധനങ്ങളെയും നൽകാനും തെക്കൻ ഇറ്റലി റോമിന്റെ പിടിയിൽ നിന്ന് പുറത്താക്കാൻ സഹായിക്കാനും സാധ്യതയുണ്ടായിരുന്നു. ഇത് സംഭവിച്ചാൽ മാസിഡോൺ ഹാനിബാളുമായി ചേരാൻ കൂടുതൽ പ്രേരിപ്പിക്കപ്പെടും. ഇത് കൂടുതൽ ആളുകളെയും യുദ്ധസാമഗ്രികളെയും നൽകും. 2 കോൺസലുകളും ഈ ഭീഷണിയെ വളരെ ഗൗരവമായി എടുത്തു. അവർ ഒരു പുതിയ കപ്പൽ വ്യൂഹം സജ്ജമാക്കി. റോമൻ നാവികസേനയെ ഏകദേശം 150 യുദ്ധക്കപ്പലുകളായി ഉയർത്തി. കൂടുതലും ബ്രൂട്ടിയത്തിലും സിസിലിയിലും നിലയുറപ്പിച്ചു. റോമിന്റെ ചരിത്രത്തിലാദ്യമായി കപ്പലുകളിൽ പ്രൊഫഷണൽ നാവികർ ജോലി ചെയ്തു. സിസിലിയൻ കപ്പൽ വ്യൂഹം എപ്പോഴും സജീവമായി നിലനിർത്തേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമായതിനാൽ നാവികരുടെ ശമ്പളം ധനികരായ പ്രമുഖർ നൽകണമെന്ന് സെനറ്റ് നിർബന്ധമാക്കി. അതുവഴി ഏതെങ്കിലും തരത്തിലുള്ള ലഹള ഒഴിവാക്കാൻ പണം കൃത്യസമയത്ത് ലഭിക്കുമെന്ന് ഉറപ്പാക്കി. കരയിൽ റോമൻ സൈന്യത്തിന്റെ വലിപ്പം കാർത്തേജുകാരേക്കാൾ വളരെ വലുതായിരുന്നു. എന്നാൽ ഹാനിബാൽ ഇപ്പോഴും ഭയം ജനിപ്പിച്ചു. ടാരന്റത്തിലേക്കുള്ള യാത്രാമധ്യേ അവൻ 3-ാം തവണയും നോലയിൽ നിർത്തി. നഗരത്തിലേക്ക് മുന്നേറി ഹാനിബാൽ റോമൻ പാർശ്വങ്ങളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി കവാടങ്ങളിലേക്ക് പ്രവേശനം നേടാൻ ശ്രമിച്ചു. അതേസമയം മധ്യത്തിൽ പിടിച്ചുനിന്നു. എന്നാൽ ഇത്തവണ യുദ്ധം ആരംഭിച്ചപ്പോൾ മാർസെല്ലസ് തന്റെ സൈനികരെ പിന്നോട്ട് നിർത്തി. യുദ്ധത്തിന്റെ കോലാഹലങ്ങളിലൂടെ നോക്കിയ ഹാനിബാൽ വിചിത്രമായി മാർസെല്ലസിന് മുൻപത്തെ ഏറ്റുമുട്ടലുകളിൽ പതിവായി കാണിച്ചിരുന്ന മുൻകൈയില്ലെന്ന് ശ്രദ്ധിച്ചു. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായ കാർത്തേജ്യൻ ജനറൽ തന്റെ സൈനികരോട് പിൻവാങ്ങാൻ ഉത്തരവിട്ടു. അവന്റെ സഹജാഭാവം ശരിയായിരുന്നു. മാർസെല്ലസ് ക്ലോഡിയസ് നീറോയെ ഒരു എലൈറ്റ് കുതിരപ്പടയുമായി കാർത്തേജ്യൻ സൈന്യത്തെ പാർശ്വത്തിൽ നിന്ന് ആക്രമിച്ച് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അവരുടെ പിൻഭാഗത്തടിക്കാൻ അയച്ചിരുന്നു. എന്നാൽ ഹാനിബാളിന്റെ ചാരന്മാരുടെ ശ്രദ്ധയിൽ പടാതിരിക്കാൻ ക്ലോഡിയസ് നീറോ ദൈർഘ്യമേറിയ വഴി തെരഞ്ഞെടുത്ത് വഴിതെറ്റിപ്പോവുകയും കൃത്യസമയത്ത് യുദ്ധക്കളത്തിലെത്താൻ പരാജയപ്പെടുകയും ചെയ്തു. ഉച്ചയോടെ കാർത്തേജിയൻ ജനറൽ തന്റെ സൈന്യത്തെ ദൂരെയായി അണിനിരത്തി മാർസെല്ലസിനെ ആക്രമിക്കാൻ വെല്ലുവിളിച്ചു. എന്നാൽ റോമൻ നിര ഇപ്പോഴും അനങ്ങിയില്ല. മാർസെല്ലസ് എന്തോ ഒരുക്കത്തിലാണെന്ന് ഹാനിബാൽ ചിന്തിച്ചു. അപകടം മണക്കാനുള്ള അവന്റെ അസാധാരണമായ കഴിവ് വീണ്ടും പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ തന്റെ സൈന്യത്തെ തിരിച്ച് ടാരന്റത്തിലേക്ക് നീങ്ങി. ഹാനിബാളിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും മാർസെല്ലസ് 3-ാം തവണയും അവനെ യുദ്ധക്കളത്തിൽ നേരിട്ടു. യുദ്ധത്തിന്റെ ഈ ഘട്ടത്തിൽ മറ്റേതു റോമൻ ജനറലിനും ചെയ്യാൻ കഴിയാത്ത ഒന്ന്. നോലയിൽ മാർസെല്ലസ് ഏകദേശം 1 ദശാബ്ദം മുൻപ് ഗാലിക് രാജാവായ വിരിഡോമാരസിനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നപ്പോൾ നേടിയ പ്രശസ്തിക്കനുസരിച്ച് ജീവിച്ചു. അവൻ തന്റെ എതിരാളിയുടെ കവചമഴിച്ചെടുത്ത് സ്പോളിയ ഒപ്പീമ എന്ന് അവകാശപ്പെട്ടു. ലാറ്റിനിൽ നിന്നും സമ്പന്നമായ കൊള്ളമുതൽ എന്ന് വിവർത്തനം ചെയ്തു. ഈ മഹത്തായ റോമൻ ബഹുമതി എതിരാളി കമാൻഡറെ വ്യക്തിപരമായി ഒരൊറ്റ പോരാട്ടത്തിൽ കൊല്ലുന്ന ജനറലുകൾക്ക് മാത്രമേ നേടാൻ കഴിയൂ. ഒരു വീക്ഷണത്തിനായി ചരിത്രത്തിൽ 3 റോമൻസുകാർ മാത്രമേ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളൂ. BC 752 പുരാണ രാജാവായ റോമുലസ്, BC 437 ഔലസ് കൊർണേലിയസ് കോസസ്, BC 222 മാർക്കസ് ക്ലോഡിയസ് മാർസെല്ലസ്. ഇത് വിശ്വസിക്കാനാകാത്ത രീതിയിൽ അപൂർവമായ ഒരു നേട്ടമായിരുന്നു. നോലയിൽ കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ക്ലോഡിയസ് നീറോ അവസാനം യുദ്ധക്കളത്തിലേക്കുള്ള വഴി കണ്ടെത്തി. എന്നാൽ അവൻ അടുത്തുള്ള കുന്നുകളിൽ നിന്ന് പ്രത്യക്ഷനായപ്പോഴേക്കും കാർത്തേജ്യൻ കോളം പോയിരുന്നു.
ടാരൻറ്റത്തിലേക്ക് മുന്നേറുമ്പോൾ ഹാനോ തന്റെ സൈന്യത്തോടൊപ്പം പ്രത്യക്ഷപ്പെടാൻ പരാജയപ്പെട്ടത് ഹാനിബാളിന് ശ്രദ്ധിക്കാതിരിക്കാനായില്ല. എന്നാൽ ബെന്നവെൻബോൾക്കടുത്ത് ഏതെങ്കിലും ഒരു വയസ്സ് വെച്ച് കാർത്തേജുകാർ തങ്ങളുടെ സഹോദരങ്ങളുടെ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ വെയിലത്ത് അഴുകിക്കിടക്കുന്ന ഒരു ബൈലിലെത്തി. ഇവർ ഹാനോയുടെ ആളുകളായിരുന്നു. ബ്രൂട്ടിയത്തിൽ നിന്ന് വടക്കോട്ട് കാപ്പോവിക്കടുത്ത് ഹാനിബാളിനെ കാണാൻ പോകുന്ന വഴിയിൽ ഹാനോയെ ഗ്രാക്കസ് തടഞ്ഞു. തുടർന്നുണ്ടായ യുദ്ധം ഒരു ഭീകരമായ പോരാട്ടമായിരുന്നു. പാർശ്വങ്ങളിൽ നോമീഡിയന്മാർക്ക് മേൽക്കൈയുണ്ടായിരുന്നു. എന്നാൽ മധ്യത്തിൽ ഹാനോയുടെ ബ്രൂട്ടിയനും ലുക്കാനിയനും ഗ്രാക്കസിന്റെ കാലാൾപ്പടയാൽ തടഞ്ഞിർത്തപ്പെട്ടു. കാന്നയിലെ പരാജയത്തിന് ശേഷം മനുഷ്യശക്തിയുടെ അഭാവം കാരണം അടിമകളെ തിടുക്കമായി പരിശീലിപ്പിച്ച് സൈന്യത്തിൽ ചേർത്തിരുന്നു. കൊതിയാൾപ്പാൻ യുദ്ധം ജയിച്ചാൽ ഓരോ അടിമയ്ക്കും സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തു. ഇത് മനോവീര്യത്തിലെ ഏതാണ്ടൊരു മതഭ്രാന്തമായ കുതിച്ചുചാട്ടത്തിന് കാരണമായി. അടിമസൈന്യം അവസാനം ഹാനോയുടെ മധ്യനിര തകർത്തു. കാർത്തേജൻ സൈന്യത്തിലെ 18,200 സൈനികരിൽ ഹാനോൻ ഉൾപ്പെടെ 2,000 പേർ മാത്രമേ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏറ്റവും ദാരുണമായി 1,200 വിലമതിക്കാനാകാത്ത നോമീഡിയൻ കുതിരപ്പടയാളികളെ നഷ്ടപ്പെട്ടു. ഹാനോ രക്ഷപ്പെട്ടെങ്കിലും ബെനവെന്റോയിലെ അവന്റെ പരാജയം ഹാനിബാളിന് ഇറ്റലിയിൽ 45,000 സൈനികരെ മാത്രമേ ശേഷിപ്പിച്ചുള്ളൂ. ഇതിലും മോശമായി കമ്പാനിയായിൽ മാർസെല്ലസ് ഒരു ധീരമായ നടപടിക്ക് നേതൃത്വം നൽകി. വോൾട്ടേണസ് നദിയിലെ ഒരു പ്രധാന കടവായിരുന്ന കാസിലിനം എന്ന പട്ടണം ഉപരോധിക്കുകയും ഒടുവിൽ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് വടക്ക് നിന്ന് കപ്പുവയിലേക്ക് നേരിട്ടുള്ള പ്രവേശനം നിയന്ത്രിച്ചു. കാസിലിനം നഷ്ടപ്പെട്ടുവെന്ന് ഹാനിബാളിനെ അറിയിക്കാൻ ഒരു സവാരിക്കാരനെ അയച്ചു. എന്നാൽ ആ സന്ദേശവാഹകൻ എപ്പോഴെങ്കിലും അവനടുത്തെത്തിയോ എന്ന് അജ്ഞാതമാണ്. BC 214 വേനൽക്കാലത്തിന്റെ അവസാനത്തിൽ കാർട്ടേജിയൻ ജനറൽ അപ്പനൈൻ പർവ്വതനിരകളിലൂടെ തുടർന്നു. പോകുന്ന വഴിയിൽ റോമൻ സ്വത്തുക്കൾ നശിപ്പിച്ചു. അതേസമയം കടലിനപ്പുറം കിഴക്ക് ഫിലിപ്പ് റോമൻ ഇല്ലീറിയയെ ആക്രമിച്ചു. 2 കമാൻഡർമാരുടെയും ഒരേ സമയത്തുള്ള പ്രവർത്തനങ്ങൾ ഒരു രസകരമായ ചോദ്യമുയർത്തുന്നു. ഹാനിബാളും ഫിലിപ്പും അവരുടെ പദ്ധതികൾ ഏകോപിപ്പിച്ചിരുന്നു. നമുക്കൊരിക്കലും അറിയാൻ കഴിഞ്ഞേക്കില്ല, പക്ഷെ കുറച്ചു കാര്യങ്ങൾ അവർ അങ്ങനെ ചെയ്തുവെന്ന് സൂചിപ്പിക്കുന്നു. ഹാനിബാൾ സാലന്റോ ഉപദ്വീപിലേക്ക് മുന്നേറുമ്പോൾ 120 കപ്പലുകളുള്ള ഫിലിപ്പിന്റെ അധിനിവേശം റോമക്കാരെ അവരുടെ കപ്പൽ വ്യൂഹത്തിന്റെ ഭൂരിഭാഗവും ടാരൻറ്റത്തിൽ നിന്ന് ബ്രുണ്ടിസിയത്തിലേക്ക് മാറ്റാൻ നിർബന്ധിച്ചു. ഒരു സൈന്യം പിന്നീട് മാസിഡോണിയൻ മുന്നേറ്റം തടയാൻ ഇല്ലീരിയയിലേക്ക് കപ്പൽ കയറി, വലേരിയസിന്റെ നേതൃത്വത്തിൽ. ഹാനിബാളിന് അതിന്റെ വിലയേറിയ തുറമുഖത്തോടുകൂടിയ ടാരൻഡം പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ഫിലിപ്പിന് ഇല്ലീരിയയെ കീഴടക്കാൻ കഴിഞ്ഞാൽ കാർട്ടേജും മാസിഡോണും ഒന്നിക്കാം. മാത്രമല്ല ടാരൻഡം അവന്റെ പുതിയ ആസ്ഥാനമായി മാറിയേക്കാം. അങ്ങനെ വലേരിയസിന്റെ സൈന്യം സാലന്റോ ഉപദ്വീപിലും ഇല്ലീരിയയിലും കുടുങ്ങി കടലിന്റെ ഇരുവശത്തും 2ആയി വിഭജിക്കപ്പെട്ടു. ഫിലിപ്പിന്റെ യുദ്ധശ്രമം അപ്രതീക്ഷിതമായി പെട്ടെന്ന് പരാജയപ്പെടുമെങ്കിലും ഇപ്പോൾ റോമിന് ഇല്ലീരിയയിൽ മറ്റൊരു യുദ്ധമുന്നണി തുറന്നതായി തോന്നി. അതേസമയം ഫാബിയസ് ഹാനിബാളിന്റെ അഭാവം മുതലെടുത്ത് കാർത്തേജിനോട് കൂറുള്ള സാംനൈറ്റ് ഭൂമികൾ നശിപ്പിച്ചു. ഈ പ്രവർത്തനം അസാധാരണമാം വിധം ക്രൂരമായിരുന്നു. ഏകദേശം 25,000 പേരെ പിടികൂടി ഉടൻ തന്നെ വധിച്ചു. തെക്ക് ഗ്രാക്കസ് ലൂക്കാനിയയിലേക്ക് ഒരു റെയ്ഡിംഗ് ദൗത്യം ആരംഭിച്ചു. ബെനവെന്റത്തിലെ തന്റെ വിജയത്തെ മുതലെടുക്കാൻ ശ്രമിച്ച അവൻ വിശാലമായ പ്രദേശം ഉൾക്കൊള്ളാൻ തന്റെ സൈന്യത്തെ ചിതറിച്ചു. എന്നാൽ ഹാനോ അപ്പോഴേക്കും ആയിരക്കണക്കിന് സൈനികരെ റിക്രൂട്ട് ചെയ്യുകയും തന്റെ സൈന്യം വിഭജിക്കപ്പെട്ടതായി ചാരന്മാരിൽ നിന്ന് അറിഞ്ഞപ്പോൾ ഗ്രാക്കസിനെതിരെ നീങ്ങുകയും ചെയ്തു. അവന്റെ സൈന്യത്തിൽ വേഗതയുള്ള നിമീഡിയക്കാർ ഇല്ലായിരുന്നെങ്കിലും കാർത്തേജിനോട് കൂറുള്ള നാട്ടുകാരുടെ സഹായത്തോടെ ഹാനോയ്ക്ക് റോമക്കാർ പ്രതികരിക്കാനോ പുനഃസംഘടിക്കാനോ സമയം കിട്ടുന്നതിനു മുമ്പ് അവരെ കഷണങ്ങളായി കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്തു. ബെനവെന്റത്തിൽ മുമ്പ് തനിക്ക് സംഭവിച്ച അതേ നഷ്ടം അവൻ ഗ്രാക്കസിനും വരുത്തി. എന്നാൽ അതിലും പ്രധാനമായി അവൻ ബ്രൂട്ടിയത്തിലും ലൂക്കാനിയയിലുമുള്ള ആക്രമണം തടഞ്ഞും തന്റെ സൈന്യത്തെ പുനർനിർമ്മിക്കാൻ കൂടുതൽ സമയം നേടി. BC 214 ശരത്കാലത്തിന്റെ തുടക്കത്തിൽ ഹാനബാൽ ടാരന്റൈൻ പ്രദേശത്തേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാ കൊള്ളയടിയും നിന്നു. ടാരന്റൈൻകാരുടെ സഹതാപം നേടാൻ ആഗ്രഹിച്ചതിനാൽ തീറ്റ തേടുന്നവരും കൊള്ളക്കാരും കോളത്തിനൊപ്പം നിന്നു. എന്നാൽ അവൻ നഗരത്തിലെത്തിയപ്പോൾ അവനെ സ്വാഗതം ചെയ്യാൻ ആരുമില്ലായിരുന്നു എന്നത് അവനെ അത്ഭുതപ്പെടുത്തി. എങ്ങനെയോ റോമക്കാർ ടാരന്റൈൻ ഗൂഢാലോചനയെ തുറിച്ച് കണ്ടെത്തുകയും കർശനമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. മാർക്കസ് ലിവിയസ് മക്കാറ്റാസിന്റെ നേതൃത്വത്തിൽ 5000-ഓളം വരുന്ന ഒരു റോമൻ സൈന്യം ടാരന്റത്തിൽ അതീവ ജാഗ്രതയോടെ നിലയുറപ്പിച്ചിരുന്നു. അടുത്തുള്ള മെറ്റാപോണ്ടത്തിൽ മറ്റൊരു സൈന്യത്തെ സ്ഥാപിച്ചു. ഇടപെടാൻ തയ്യാറായിരുന്നു. വലേറിയസിന്റെ കൂടുതൽ സൈനികരെ ഇല്ലീറിയൻ പര്യവേക്ഷണത്തിൽ നിന്ന് മാറ്റി വെനൂസിയിലും ബ്രുണ്ടിസിയത്തിലും സ്ഥാപിച്ചു. ഒരു മിനിറ്റിന്റെ അറിയിപ്പിന് ടാരന്റത്തിന്റെ പ്രതിരോധത്തിന് മാർച്ച് ചെയ്യാൻ തയ്യാറായി. റോമൻ സാന്നിധ്യം വർദ്ധിച്ചത് സാനന്റോ ഉപദ്വീപിലെ നഗരങ്ങളെ കൂറുമാറുന്നതിൽ നിന്ന് നിരുത്സാഹിപ്പിച്ചു. ഒരു അധിക നടപടിയായി മക്കാറ്റോസ് ടാരന്റൈൻ പ്രഭുക്കന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് ബന്ധികളെ പിടിച്ച് റോമിലേക്ക് അയച്ചു. ടാരന്റത്തിന്റെ കവാടങ്ങൾ അടഞ്ഞുകിടക്കുമെന്ന് ഉറപ്പാക്കി. ഹാനബാൾ അവിടെ തങ്ങിയില്ല. അവൻ ടാരന്റത്തിന്റെ ഭൂമി കേടുപാടുകളില്ലാതെ വിട്ടു. കാരണം നഗരത്തെ തന്റെ പക്ഷത്തേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ അപേക്ഷിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. തീരത്തോടെ തെക്ക് പടിഞ്ഞാറോട്ട് മാർച്ച് ചെയ്ത അവൻ മെറ്റാപോണ്ടത്തിന് ചുറ്റുമുള്ള പട്ടണങ്ങളും നാട്ടിൻപുറങ്ങളും കൊള്ളയടിച്ചു. വെല്ലുവിളിക്കപ്പെടാതെ ഹെറാക്ലിയ വരെ മുന്നേറി. അതിനുശേഷം വടക്കോട്ട് അപ്പൂലിയയിലേക്ക് തിരിഞ്ഞു. പോകുന്ന വഴിയിൽ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്ത അവന്റെ ലക്ഷ്യം
റോമിന് ഇറ്റാലിയേറ്റ് ഗ്രീക്ക് സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ കഴിവില്ലായ്മയോ താൽപ്പര്യമില്ലായ്മയോ പ്രകടിപ്പിക്കുക എന്നതായിരുന്നു. ഇത് ടാരണ്ടത്തിലെ അവന്റെ സുബർധാകാംക്ഷികൾക്ക് ഒരു ശക്തമായ സന്ദേശമായിരുന്നു. അപ്പനൈൻ പർവ്വതനിരകളിൽ നിന്ന് താഴേക്ക് മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഇറങ്ങിവന്ന കാർത്തീജിയൻകാർ 4000 കുതിരകളെ കണ്ടുകെട്ടുകയും റോമക്കാർക്ക് അവയെ ഉപയോഗിക്കാൻ കഴിയാതിരിക്കാൻ ആയിരക്കണക്കിന് കുതിരകളെ ഓടിക്കുകയും ചെയ്തു. ഒടുവിൽ ശരത്കാലത്തിന്റെ അവസാനത്തിൽ ഹാനിബാൽ സാളാപ്പിയയിലെത്തി. അവിടെ അവൻ അവന്റെ ശീതകാല താവളം സ്ഥാപിച്ചു. വിശാലമായ തീറ്റ തേടാൻ സ്ഥലങ്ങൾക്കിടയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുയോജ്യമായ ഒരു സ്ഥലം. കടലിനപ്പുറം ഐബീരിയയിൽ സിപ്പിയോ സഹോദരന്മാരുടെ വിജയങ്ങൾ എബ്രോ താഴ്വരയിലെ മിക്ക ഗോത്രങ്ങളെയും റോമുമായി സഖ്യമുണ്ടാക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ എബ്രോയ്ക്ക് തെക്കുള്ള ഗോത്രങ്ങൾ ഇപ്പോഴും മടിച്ചു നിൽക്കുകയായിരുന്നു. മാഗോ ബാർക്കയുടെ വരവും തന്റെ സഹോദരൻ ഹസ്ദ്രുബാളിനെ ശക്തിപ്പെടുത്താൻ ഒരു പുതിയ സൈന്യവുമായും അതുപോലെ ഹസ്ദ്രുബാൽ ഗിസ്ഗോ നയിക്കുന്ന മൂന്നാമത്തെ സൈന്യവും ഐബീരിയയിൽ കാർത്തേജിന്റെ ആധിപത്യം ഉറപ്പിച്ചു. ക്രിസ്തുപൂർവം 215 ഹിബേരായിലെ വിനാശകരമായ പരാജയത്തിനു ശേഷം BC 214 കാർത്തേജിന്റെ സെനറ്റിന്റെ പ്രാധാന്യം കീഴടക്കൽ ആയിരുന്നില്ല, മറിച്ച് ഐബീരിയയുടെ സ്ഥിരതയായിരുന്നു. സിപ്പിയോ സഹോദരന്മാരെക്കാൾ വളരെ വലിയ സൈന്യം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും റോമക്കാരോട് പോരാടാനും തങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള വിശാലമായ ഗോത്രപ്രദേശങ്ങളെ നിയന്ത്രിക്കാനും അവർക്ക് ഈ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വന്നു. അവരിൽ നിന്ന് അവർ നികുതികളും വിഭവങ്ങളും സൈനികരെയും പിരിച്ചെടുത്തിരുന്നു. അതിനാൽ കാർത്തേജന്മാർ സംഘർഷം മരപ്പിക്കുകയും ഐബീരിയയിൽ നിന്ന് റോമക്കാരെ തുരത്താൻ തയ്യാറാവുന്നതുവരെ തങ്ങളുടെ സൈന്യത്തെ ബിൽഡ് ചെയ്യുന്നതും തുടരാൻ തീരുമാനിച്ചു. ടറാക്കോയിൽ തങ്ങളുടെ താവളത്തിൽ സിപ്പിയോ സഹോദരന്മാർക്ക് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശം സംരക്ഷിക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ഐബീരിയയിലെ യുദ്ധം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് മാറുകയായിരുന്നു ചെയ്തത്. ഈ സ്ഥിതി 2 വർഷത്തോളം തുടർന്നുകേൾക്കാം. കമ്പാനിയയിൽ കാസിലിനം പിടിച്ചടക്കിയതിനുശേഷം റോം അതിന്റെ മുൻതൂക്കം മുതലെടുത്തില്ല. കോൺസൽമാരായ ഫാബിയസും മാർസലസും സിറാക്കോസിലെ അസ്വസ്ഥജനകമായ സംഭവവികാസങ്ങളെക്കുറിച്ച് കൂടുതൽ ആശങ്കാകുലരായിരുന്നു. മാർസല്ലസ് ഉടൻ തന്നെ സിസിലിയിലേക്ക് പുറപ്പെടണമെന്ന് തീരുമാനിച്ചു. കാർത്തേജുകാർക്കെതിരായ അവന്റെ സജീവമായ നിലപാട് കമ്പാനിയയിലെ നിരവധി പ്രധാന റോമൻ സ്ഥാനങ്ങളുടെ പതനം തടയുകയും ഈ മേഖലയിൽ ഹാനിബാളിന്റെ പിടി ദുർബലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതേ നേട്ടം ആവർത്തിക്കാനും സിസിലിയിൽ റോമിന് നേരിട്ട് തിരിച്ചടികൾ മാറ്റാനും അവന് കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അവൻ കപ്പലിറങ്ങിയപ്പോൾ ദ്വീപിലെ സാഹചര്യം താറുമാറായതായി മാർസലസ് കണ്ടെത്തി. 50 വർഷത്തോളം നീണ്ടുനിന്ന റോമും സിറാക്കോസും തമ്മിലുള്ള സഖ്യം പൂർണ്ണമായും തകർന്നിരുന്നു. ഹാനിബാളിന്റെ ഏജന്റുമാരായ ഹിപ്പോക്രാറ്റസും എപ്പിസൈഡസും സിറാക്കോസിൽ വേരുകളുള്ളതിനാൽ കാർത്തേജും സിറാക്കോസും തമ്മിലുള്ള സഖ്യം ഉറപ്പിച്ചിരുന്നു. റോമൻ പ്രേറ്ററായ അപ്പിയസ് ക്ലോഡിയസ് സിറാക്കോസിനെ തിരികെ കൊണ്ടുവരാൻ ഒരവസാന ശ്രമം നടത്തി. ഹൈറോണിമസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ദൂതന്മാരെ അയച്ചു. നയതന്ത്രജ്ഞർ രാജാവിനോട് തങ്ങൾ അവന്റെ മുത്തച്ഛനായ ഹീറോ രണ്ടാമനുമായി നിലനിന്നിരുന്ന സഖ്യം പുതുക്കാൻ വന്നതാണെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഹൈറോണിമസും അവന്റെ കൊട്ടാരക്കാരും റോമക്കാരെ നോക്കിച്ചിരിച്ചു. പുഞ്ചിരിയോട് ഹൈറോണിമസ് അവരോട് കാനയിലെ ദുരന്തത്തെക്കുറിച്ചുള്ള കഥകൾ ശരിയാണോ എന്ന് വാചാലമായി ചോദിച്ചു. ആരുടെ പക്ഷം ചേരണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് റോമക്കാരിൽ നിന്ന് തന്നെ സത്യം കേൾക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൻ പരിഹസിച്ചു. എന്നാൽ അവന്റെ പുച്ഛം നിറഞ്ഞ സ്വരത്തിൽ നിന്ന് യുവരാജാവ് ഇതിനകം തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നു എന്ന് വ്യക്തമായിരുന്നു. റോമൻ ദൂതന്മാർ ശാന്തരായി നിന്നു. ഹൈറോണിമസ് എംബസികളെ ഗൗരവമായി സ്വീകരിക്കാൻ പഠിച്ചുകഴിഞ്ഞാൽ തങ്ങൾ മടങ്ങിവരുമെന്ന് പറഞ്ഞു. എന്നാൽ പോകുന്നതിനു മുമ്പ് അവർ അവനോട് അവരുടെ സഖ്യം അത്ര ലഘുവായി ഉപേക്ഷിക്കരുതെന്ന് അപേക്ഷിക്കുന്നതിനു പകരം മുന്നറിയിപ്പ് നൽകി. ഹൈറോണിമസ് ഉടൻ തന്നെ തലസ്ഥാനം വിട്ട് തന്റെ പരിവാരങ്ങളോടൊപ്പം ലിയോണ്ടിനിയിലേക്ക് പോയി. അവിടെ അവന് ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. സിറാക്കോസിലത്ത് അവന്റെ ശത്രുക്കളിൽ നിന്ന് സുരക്ഷിതനായിരിക്കും. എന്നാൽ റോമൻ പക്ഷത്തിന് യുവരാജാവിനെ മതിയായിരുന്നു. ലിയോണ്ടിനിയിലേക്കുള്ള യാത്രാമധ്യേ രാജാവ് വധിക്കപ്പെട്ടു. എന്നിരുന്നാലും ഒരു അസാമാന്യമായ വഴിത്തിരിവിൽ സിംഹാസനം ഒരു റോമൻ അനുകൂല സ്ഥാനാർത്ഥിക്ക് പോകുന്നതിനു പകരം ഹാനിബാളിന്റെ സഖ്യകക്ഷികളായ ഹിപ്പോക്രാറ്റസും എപ്പിക്കൈഡസും സിറാക്കൂസൻ ഭരണസമിതിയിലെ മജിസ്ട്രേറ്റുകളായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ഉടൻ തന്നെ ലിയോണ്ടിനിയിൽ തങ്ങളുടെ താവളം സ്ഥാപിച്ചു. 4000 സൈനികരുമായി അവർ റോമൻ പട്ടണങ്ങളും നാട്ടിൻപുറങ്ങളും കൊള്ളയടിക്കാൻ തുടങ്ങി. എന്നിട്ടും ഗ്രീക്ക് വിമതർ കൈവശം വച്ചിരുന്ന ഭൂരിഭാഗം പ്രദേശവും അപ്പിയസ് ക്ലോഡിയസിന് തിരികെ പിടിക്കാൻ കഴിഞ്ഞു. സിസിലിയുടെ വടക്ക് കിഴക്കൻ മൂലയിൽ മാത്രം റോമിന് ശത്രുത തുടർന്നു. മാർസല്ലസ് 2ാമത്തെ ആക്രമണം നടത്തി. ഓഗസ്റ്റിൽ അവൻ ലിയോണ്ടിനി ആക്രമിച്ചു പിടിച്ചടക്കി. 2000 കാർത്തേജിയൻ അനുഭാഭികളെ തെരുവുകളിൽ നിരത്തി നിർത്തി മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്തു.
അതേസമയം ഹിപ്പോക്രാറ്റസും എപ്പിക്കൈഡസും തങ്ങളുടെ സൈന്യത്തിന്റെ അവശിഷ്ടങ്ങളുമായി ഹെർബസൂസിലേക്ക് പിൻവാങ്ങി. അവിടെ അവർ നഗരത്തിലെ കമാൻഡറെ റോമക്കാരെ തുരത്താൻ 8,000 സൈനികരെ സിറാക്യൂസ് നഗരത്തിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചു. മാർസെല്ലസ് അതേസമയം സൈന്യത്തിലെ 1/3 സിസിലിയുടെ ഉൾപ്രദേശത്തേക്ക് നീങ്ങി. ഹെന, ഹെർബസോസ്, മെഗാറ, ഹെലോറസ് എന്നിങ്ങനെ സിറാക്യൂസൻ ശക്തികേന്ദ്രങ്ങളുള്ള തീരവർത്തി നഗരങ്ങളെ കുറയ്ക്കുകയും ഈ പ്രദേശത്ത് കാര്യമായ റോമൻ വിഭവങ്ങൾ കെട്ടിയിട്ടിരുന്ന മലമ്പ്രദേശമായ വടക്കു കിഴക്കൻ ഗ്രീക്ക് വിംബവ നഗരങ്ങളെ അവസാനം കൈകാര്യം ചെയ്യുകയുമായിരുന്നു അവന്റെ പദ്ധതി. ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ മാസങ്ങളെടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പിയസ് ക്ലോഡിയസിനെ സിറാക്യൂസ് നഗരം ഉപരോധിക്കാൻ അവശേഷിച്ചിരുന്ന 2/3 സൈന്യത്തെയും തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തി. BC 2014 അവസാനിക്കുമ്പോൾ ഇറ്റലിയിൽ ഹാനിബാളിന്റെ ആധിപത്യം ദുർബലമായത് പ്രത്യക്ഷമായിരുന്നു. വർഷങ്ങളായി ശ്രമിച്ചിട്ടും മെസ്സീനക്കടൽ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന നഗരമായ റേജിയോ പിടിച്ചടക്കാൻ ഹാനോയ്ക്ക് കഴിഞ്ഞില്ല. റോൺ തന്ത്രപരമായ കാസിലനം പിടിച്ചടക്കി. ഇപ്പോൾ ക്യാപ്പുവ പ്രതിരോധത്തിലായിരുന്നു. റോമക്കാർ സാമ്യത്തിലെയും ലൂക്കാനിയയിലെയും വടക്കൻ അപ്പൂലിയയിലെയും താവളങ്ങളും പ്രദേശങ്ങളും തിരിച്ചുപിടിച്ചു. ഇതിലും മോശമായി, കാർത്തേജ് വാഗ്ദാനം ചെയ്ത സൈനിക സഹായം, പണം, സാധനങ്ങൾ എന്നിവയില്ലാതെ ഹാനിബാൾ ഇപ്പോൾ തെക്കൻ ഇറ്റലിയിൽ തന്റെ പ്രദേശത്ത് നിയന്ത്രണം നിലനിർത്താൻ പാടുപെടുകയാണെന്ന് വ്യക്തമായിരുന്നു. അവൻ വേഗത കുറയുകയായിരുന്നു. റോമിൽ നിന്ന് പുതിയ കൂറുമാറ്റങ്ങളെ പ്രേരിപ്പിക്കുന്ന പുതിയ യുദ്ധവുളജ വിജയങ്ങൾ അവൻ ആവശ്യമായിരുന്നു. ഇത് നേടാൻ അവൻ ടാരന്റത്തിൽ കണ്ണുവച്ചു. BC 2013 തുടക്കത്തിൽ റോം ഫാബിയസ് മാക്സിമസിന്റെ മകനായ ക്വിൻറ്റസ് ഫാബിയസിനെയും സെംബ്രോനിയസ് ഗ്രാക്കസിനെയും കോൺസൽമാരായി തിരഞ്ഞെടുത്തു. ഈ വർഷം ഹാനിബാളിന്റെ സ്വന്തം യുദ്ധശ്രമം ഒരു പുതിയ തീവ്രതയിലെത്തും. കാരണം അവൻ തന്റെ ശത്രുവിന്റെ പുതിയ ബലഹീനതകൾ തേടി. മാർച്ചിൽ അവൻ സലന്റിനിയുടെ ഭൂമിയിലേക്ക് നീങ്ങി. ഇറ്റലിയുടെ കുതിക്കാൽ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം സമ്പന്നമായ തീറ്റത്തേടൽ സ്ഥലങ്ങൾ വാഗ്ദാനം ചെയ്തു. അവന്റെ സൈന്യത്തിന്റെ സാന്നിധ്യം ഫിലിപ്പിനെ ഇല്ലിറിയയിലെ തന്റെ യുദ്ധശ്രമം തുടരാൻ പ്രോത്സാഹിപ്പിച്ചു. ഇത് റോമക്കാരെ സലണ്ടോയിൽ നിന്ന് കൂടുതൽ സൈനികരെ ഗ്രീസിലേക്ക് അയക്കാൻ നിർബന്ധിച്ചു. ഇത് ടാരന്റൈൻ, മെസാപ്പിയൻ, ലാപ്പീജിയൻ സമുദായങ്ങൾക്കിടയിൽ വിയോജിപ്പ് വളരാൻ അനുവദിച്ചു. സലണ്ടോയിൽ ഹാനിബാളിന്റെ ആക്രമണത്തിന്റെ അന്തിമ ലക്ഷ്യം ടാരന്റം പിടിച്ചടക്കുകയായിരുന്നു. എന്നാൽ BC 2013 ഭൂരിഭാഗവും അവൻ പ്രാദേശിക പിന്തുണ നേടുന്നതിൽ ശ്രദ്ധിച്ചു. തന്റെ ലക്ഷ്യം നേടാൻ ഈ പ്രദേശത്തിലെ റോമിന്റെ അധികാരമാദ്യം ദുർബലപ്പെടുത്തണമെന്ന് അവൻ മനസ്സിലാക്കി. ഹാനിബാളിന്റെ ഭാഗ്യത്തിന് റോമൻ ഭരണത്തിനു കീഴിൽ മെസാപ്യൻ പ്രഭുക്കന്മാർക്ക് സാമ്പത്തിക തകർച്ച നേരിട്ടു, പ്രത്യേകിച്ച് യുദ്ധം തുടങ്ങിയതിനു ശേഷം. പലരും ഇപ്പോൾ റോമൻ നുകം വലിച്ചിടയാൻ ഉത്സുകരായിരുന്നു. സൂമസത്തിന്റെ തുടക്കത്തിൽ നിരവധി നഗരങ്ങൾ ഹാനിബാളിന്റെ പക്ഷത്തേക്ക് കൂറുമാറി. അവയിൽ ഇറ്റലിയുടെ കുതിക്കാലിലെ ഒരു തന്ത്രപരമായ കേന്ദ്രമായ ഉത്സണ്ടവും ടാരണ്ടത്തിന് തൊട്ടുകിഴക്കുള്ള മണ്ടൂരിയയും ഉൾപ്പെടുന്നു. ഇത് പ്രവർത്തനങ്ങൾക്ക് ഒരു താവളമായി വർദ്ധിക്കുമായിരുന്നു. നരാറ്റവും ഹൈഡ്രുണ്ടവും പോലുള്ള മറ്റു പ്രധാന കേന്ദ്രങ്ങളും അവനോടൊപ്പം ചേർന്നു. അതുപോലെ സലണ്ടോ പെനിൻസുലയിലെ രണ്ടാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായ ലൂപ്പിയയും ചേർന്നു. വസന്തവും വേനലും ഹാനിബാൾ ടാരന്റത്തിനും റോമൻ താവളമായ ബ്രുണ്ടീസിയത്തിനുമിടയിൽ ഒരു ബഫർ സോൺ രൂപീകരിക്കുന്നതിൽ ചെലവഴിക്കും. സാലൻഡോയിൽ തന്റെ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ ടാരന്റൈൻ പ്രഭുക്കന്മാർ ഒടുവിൽ തങ്ങളുടെ സ്വന്തം രഹസ്യ റോമൻ വിരുദ്ധ പദ്ധതികൾ മുന്നോട്ടു കൊണ്ടുപോകുമെന്ന് അവനറിയാമായിരുന്നു. എന്നാൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായി ഹാനിബാൽ ഈ മേഖലയിൽ നിന്ന് വളരെ ആവശ്യമായ പുതിയ റിക്രൂട്ടുകളെ തന്റെ സൈന്യത്തിലേക്ക് സ്വാഗതം ചെയ്തു. എന്നിരുന്നാലും വടക്ക് അപ്പൂലിയയിൽ റോം ഹാനിബാലിന്റെ ഭാവത്തിൽ അവന്റെ സഖ്യകക്ഷികളെ ആക്രമിക്കുന്ന തന്ത്രം തുടർന്നു. കോൺസൽ ക്വിൻറ്റസ് ഫാബിയസ് അപ്പൂലിയയിലെ ഹാനിബാലിന് പിന്തുണയുടെ കേന്ദ്രമായ ആർപി ഉപരോധിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ഒരു മഴയുള്ള രാത്രിയിൽ ഇടുങ്ങിയ തെരുവുകളിൽ നടന്ന കനത്ത പോരാട്ടം സ്വന്തം സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ വ്യവസ്ഥകൾ വാഗ്ദാനം ചെയ്യാൻ കോൺസലിനെ പ്രേരിപ്പിച്ചു. 5000-ഓളം വരുന്ന കാർത്തേജിയൻ കോട്ടയ്ക്ക് നഗരം വിട്ടുനൽകുന്നതിനു പകരമായി നിരുപദ്രവം വിട്ടുപോകാൻ ഫാബിയസ് സമ്മതിച്ചു. ആർപിയുടെ നഷ്ടം ഹാനിബാലിനൊരു തിരിച്ചടിയായിരുന്നെങ്കിലും അപ്പോലിയയിൽ അവന്റെ പിടി റോമക്കാർക്ക് വ്യക്തമായിരുന്നു. ആർപിയെപ്പോലെ മറ്റ് അപ്പോലിയൻ നഗരങ്ങളും കോട്ടകെട്ടി നല്ല രീതിയിൽ സാധനങ്ങൾ നൽകി ഇപ്പോൾ അതീവ ജാഗ്രതയിലായിരുന്നു. കാർത്തേജുകാരെ പുറത്താക്കുന്നത് ഒരു മുൻകൂട്ടി നിശ്ചയിച്ച നിഗമനത്തിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു. ഹാനിബാലിന് ചില നല്ല വാർത്തകൾ ബ്രൂട്ടിയത്തിൽ നിന്ന് വന്നു.
അവിടെ ഹാനോ ദി എൽഡർ ഒരു റോമൻ അനുകൂല ലൂക്കാനിയൻ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും നിരവധി നഗരങ്ങൾ വീണ്ടെടുക്കാൻ ലൂക്കാനിയയിലേക്ക് മുന്നേറുകയും ചെയ്തു. ഈ വിജയം തെക്കൻ ഇറ്റലിയിലെ ഗ്രീക്ക് നഗരങ്ങൾക്കിടയിൽ കാർത്തേജ് യുദ്ധത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം വളർത്താൻ വളരെയധികം സഹായിച്ചു. എന്നാൽ ഹാനിബാലും ഹാനോയും ആക്രമണം പുനരാരംഭിക്കുമ്പോൾ സിസിലിയിൽ കാർത്തേജിന് അനുകൂലമായ വിഭാഗം പ്രതിരോധത്തിലായിരുന്നു. BC 213 ഏപ്രിലോടെ ദ്വീപിലെ മത്സരം അതിന്റെ പാരമ്യത്തിലെത്തി. മാർഷലസ് ദ്വീപിന്റെ ഭൂരിഭാഗവും റോമൻ നിയന്ത്രണത്തിലാക്കുകയും സിസിലിയിലെ അവസാനത്തെ പ്രധാന കാർത്തേജിന് അനുകൂലമായ ശക്തികേന്ദ്രമായ സിറാക്യൂസ് നഗരം ഉപരോധിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ജൂലൈയിൽ കടലിനപ്പുറം ആഫ്രിക്കയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി കാർത്തേജിന്റെ സ്വന്തം മൂറ്റുമുറ്റത്ത് പ്രശ്നങ്ങൾ ഉടലെടുക്കുകയായിരുന്നു. ഒരു വലിയ ബെർബർ പ്രദേശമായ നൂമീഡിയ BC 3-ാം നൂറ്റാണ്ടിൽ 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. കിഴക്കൻ നുമീഡിയയിലെ ഒരു ബെർബർ ഫെഡറേഷനായിരുന്നു മാസിലി. ചെറിയ ഗോത്രങ്ങളുടെ ഒരു കൂട്ടായ്മയാൽ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഗായ രാജാവ് ഭരിച്ചിരുന്നു. കാർത്തേജുമായുള്ള അവരുടെ ബന്ധം ഒരു സംരക്ഷിത രാജ്യത്തിന്റെ ഇതിന് സമാനമായിരുന്നു. ശക്തമായ സാമ്രാജ്യം, നൈപുണ്യമുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾ, വിവാഹങ്ങൾ, സാമ്പത്തിക ആശ്രിതത്വം, പ്രാദേശിക ഗോത്രങ്ങളെയും രാജ്യശത്രുതകളെയും മുതലെടുത്ത് മാസിലി പൊളിറ്റിക്സിൽ ആധിപത്യം സ്ഥാപിച്ചു. അതുകൊണ്ട് മാസിലി കാർത്തേജിനോടൊപ്പം പോരാടാൻ പൂർണ്ണമായും പ്രതിജ്ഞബദ്ധരായിരുന്നു. സാധാരണ സൈനികരെയും കൂലിപ്പട്ടാളക്കാരെയും അയച്ചുകൊണ്ട് അവരുടെ ശക്തവും പ്രാവീണ്യമുള്ള കുതിരപ്പട കാർത്തേജിൻ സൈന്യങ്ങളിൽ ഒരു നിർണായക ഘടകമായിരുന്നു. പടിഞ്ഞാറൻ ന്യൂമീഡിയയിൽ ശക്തരായ മസീസയിലായിരുന്നു. അവരേറ്റവും സമ്പന്നമായ ഒരു ബർബർ രാജ്യമായിരുന്നു. ഒരു വലിയ സൈന്യത്തെ പിന്തുണയ്ക്കാൻ കഴിയുമായിരുന്നു. അവരുടെ കിഴക്കൻ അയൽക്കാരെപ്പോലെ അവർക്കും ഒരു ശക്തമായ കുതിരപ്പടയുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ രാജാവായ സിഫെക്സ് കാലാകാലം ഒരു പൂർണ്ണ സ്വതന്ത്ര രാജ്യം ഭരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇതിനുവേണ്ടി 2-ാം പ്യൂണിക് യുദ്ധത്തിന്റെ തുടക്കത്തിൽ അവൻ റോമക്കാരോട് അനുഭാവം പുലർത്തിയിരുന്നു. BC 218-ൽ കാർത്തേജ് ഒരു വലിയ സമ്പന്നമായ സൂപ്പർ പവറായതിനാൽ അവരുടെ പക്ഷത്ത് ചേരുന്നതിൽ നിന്ന് അവന് വിട്ടുനിൽക്കേണ്ടി വന്നു. അത് വടക്കേ ആഫ്രിക്കൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയും സ്വിഫെക്സിന്റെ രാജ്യത്തിനുള്ളിൽ ഒരു പ്രമുഖ കാർത്തേജിന് അനുകൂലമായ വിഭാഗവും മിക്ക മാസേസിലി പ്രഭുക്കന്മാർക്കും പ്രയോജനകരമായ അടുത്ത സാമ്പത്തിക ബന്ധങ്ങളുമുൾപ്പെടെ ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ സിഫാക്സിന് കാർത്തേജിനോട് പരസ്യശത്രുത പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ പ്രധാനമായും നിഷ്പക്ഷനായി തുടരുകയും കാർത്തേജിനുവേണ്ടി പോരാടാൻ സാധാരണ സൈനികരെ അയക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അവന്റെ രാജ്യത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് ന്യൂമീഡിയൻ കൂലിപ്പട്ടാളക്കാർ കാർത്തേജൻ സൈന്യങ്ങളിൽ ഐബീരിയയിലും ഇറ്റലിയിലും സേവനമനുഷ്ഠിച്ചു. അവരുടെ സേവനം വില കുറഞ്ഞതായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ BC 213-ൽ റോമിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ യുദ്ധത്തിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ക്ലെയിം ചെയ്തു. പ്രേരിപ്പിതനായ സിഫാക്സ് മാസീസലി പ്രഭുക്കന്മാരുടെ വിഭാഗങ്ങളെ സ്വാധീനിച്ചു. കാർത്തേജുമായി യുദ്ധത്തിന് പോകാൻ സമയമായെന്ന് തീരുമാനിച്ചു. സ്കിപ്പിയോ സഹോദരന്മാർ ക്വിന്റസ് ടാറ്റോറിയസ് എന്നൊരു സെഞ്ചൂറിയനെ ഐബീരിയയിൽ നിന്ന് സഫാക്സിന്റെ കാലാൾപ്പടയെ റോമൻ യുദ്ധരീതിയിലും കോട്ടകെട്ടുന്ന ആട്ടിലും പരിശീലിപ്പിക്കാൻ സഹായിക്കാൻ അയച്ചു. ഈ ഭീഷണിയെ നേരിടാൻ ഗായ രാജാവിന്റെ മകൻ മസിന്നിസ രാജാവിനെ 30,000 സൈനികരുടെ ചുമതലയേൽപ്പിച്ച് ഭീഷണിയെ നേരിടാൻ നിയോഗിച്ചു. 2 സൈന്യങ്ങളും സിർത്തയുടെ പടിഞ്ഞാറുവച്ച് കണ്ടുമുട്ടി. അവിടെ മസിന്നിസ സിഫാക്സിനെയും അവന്റെ റോമൻ പരിശീലനം ലഭിച്ച സൈന്യത്തെയും പൂർണ്ണമായും പരാജയപ്പെടുത്തി. മസേസീലിയൻ രാജാവ് പടിഞ്ഞാറ് മൗര്യയുടെ ദേശങ്ങളിലേക്ക് ഓടി. അവിടെ അവൻ പുതിയൊരു സൈന്യത്തെ കെട്ടിപ്പടുക്കാൻ മാസങ്ങൾ ചെലവഴിക്കും. ഈ വിജയമുണ്ടായിട്ടും സിഫാക്സ് നിർവീര്യമാക്കേണ്ട ഒരു ഗുരുതര ഭീഷണിയാണെന്ന് കാർത്തേജുകാർക്കറിയാമായിരുന്നു. കാർത്തേജിന്റെ ഭാഗ്യത്തിന് BC 213 ശരത്കാലത്തോടെ ഐബീരിയയിലെ സാഹചര്യം സ്ഥിരമായി. സെനേറ്റിന് ഹസ്ദുർബാൽ ബാർഖയെ തിരിച്ചു വിളിക്കുവാൻ കഴിഞ്ഞു. പടിഞ്ഞാറൻ ന്യൂമീഡിയയിലേക്ക് തന്റെ സൈന്യത്തോടൊപ്പം കടക്കാൻ തയ്യാറെടുക്കുവാൻ അവനോട് ഉത്തരവിട്ടു. ടാരന്റത്തിൽ റൂം ബന്ദികളാക്കിയ ചില പ്രഭുക്കന്മാർ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു എന്ന വാർത്ത നഗരത്തിലെത്തി. ഇത് ടാരന്റൈൻ പ്രഭുക്കന്മാർക്കിടയിൽ രോഷം ആളിക്കത്തിച്ചു. ഹാനിബാളിനുള്ള പിന്തുണ കൂടുതൽ ശക്തിപ്പെടുത്തി. ബന്ദികളെ വധിച്ചതിലൂടെ റോമൻ വിരുദ്ധ ടാരന്റൈൻ പ്രഭുക്കന്മാരുടെ മേലുണ്ടായിരുന്ന സ്വാധീനം നഷ്ടപ്പെട്ടു. യുവപ്രഭുക്കന്മാരായ ഫിലോമെനസും നീക്കോയും നയിച്ച ഒരു കൂപ്പ് ഡി മെയിൻ താമസിയാതെ വരാനിരുന്നു. ശൈത്യകാലത്തുടനീളം അവർ നഗരത്തിനുള്ളിൽ കൂടുതൽ പിന്തുണക്കാരെ ശേഖരിച്ചു. മഞ്ഞുരുകിയപ്പോൾ അവർ തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കി. ഒരാഡംബര വേട്ടയാടൽ പര്യവേഷണത്തിനെന്ന വ്യാജേന ഗൂഢാലോചനക്കാർ ടാരന്റത്തിൽ നിന്ന് 3 ദിവസത്തെ മാർച്ച് ദൂരെയുള്ള ഹാനിബാളിങ്ങൾ ശീതകാല താവളത്തിലേക്ക് കുതിച്ചു.
ഹാനിബാലിന്റെ നിബന്ധനകൾ തള്ളിക്കളയാൻ കഴിയാത്തത്ര നല്ലതായിരുന്നു. ടാരന്റത്തിന്റെ സ്വാതന്ത്ര്യം ഉറപ്പു നൽകി. കാർത്തേജ് ഒരു കപ്പവും ഈടാക്കില്ല. ടാരന്റൈൻ നിയമങ്ങൾക്കനുസരിച്ച് ഭരിക്കുന്ന സ്വന്തം മജിസ്ട്രേറ്റുകളെ നിയമിക്കാൻ നഗരത്തിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അവർ തെരഞ്ഞെടുത്തില്ലെങ്കിൽ മതിലുകൾക്കുള്ളിൽ ഒരു പ്യൂണിക്കോട്ട സ്വീകരിക്കേണ്ടതില്ലായിരുന്നു. എന്നിരുന്നാലും റോമൻ സ്വത്തുക്കളും പൗരന്മാരും ഹാനിബാൾ പിടിച്ചെടുക്കുകയും മോചനദ്രവ്യത്തിനായി ഉപയോഗിക്കുകയോ അടിമത്തത്തിലേക്ക് വിൽക്കുകയോ ചെയ്യേണ്ടതായിരുന്നു. ഫിലോമെനസും നിക്കോയും പെട്ടെന്ന് സമ്മതിച്ചു. അവർ എഴുന്നേറ്റു. ഹാനിബാൾ ഇരുന്നിടത്തേക്ക് പോയി. റോമിനെ ഒറ്റിക്കൊടുക്കാനുള്ള തങ്ങളുടെ പദ്ധതി അവന്റെ ചെവിയിൽ മന്ത്രിച്ചു. അടുത്ത ദിവസം ഹാനിബാൾ തന്റെ ലഗേജ് ട്രെയിനിൽ നിന്ന് ഒരു ചെറിയ ഭാഗം കന്നുകാലികളെ വിട്ടഴിച്ചു. ഗൂഢാലോചനക്കാർ ഇവയെ ടാരന്റത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇവയെ സ്വതന്ത്രമായി വിഹരിക്കുന്നത് കണ്ട് പിടികൂടിയതാണ് എന്ന് അവകാശപ്പെട്ടു. അടുത്ത ആഴ്ചകളിൽ ഈ തന്ത്രം അവർ പലതവണ ആവർത്തിച്ചു. ഫിലോമെനസ് നരാത്രിയിൽ വേട്ടയാടാനാണ് ഇഷ്ടപ്പെട്ടത്. പതിവായ പ്യൂണിക് പെട്രോളിംഗ് ഒഴിവാക്കാനായിരുന്നു ഇത്. അവൻ എപ്പോഴും ധാരാളം കാണിക്കാൻ കൊണ്ടുവരുമായിരുന്നു. താൻ ഉപയോഗിച്ച സൈഡ് ഗേറ്റിലെ കാവൽക്കാർക്കും കമാൻഡർക്കും കൊള്ള മുതൽ പങ്കുവയ്ക്കാൻ അവൻ ഉത്സുകനായിരുന്നു. റോമക്കാർക്ക് ഈ ദിനചര്യയോട് ഇത്രമാത്രം പഴക്കമുണ്ടായിരുന്നു. രാത്രിയിൽ ഫിലോമെനസിന്റെ വിസിൽ കേൾക്കുമ്പോഴെല്ലാം സമ്മാനം കൈക്കളാക്കാൻ ഉത്സുകരായി അവർ പരിശോധിക്കാതെ തന്നെ അവനെ അകത്തേക്ക് കടത്തിവിടുമായിരുന്നു. പിന്നീട് മാർച്ച് ആദ്യത്തിലെ ഒരു രാത്രിയിൽ ഹാനിബാൾ തന്റെ ഏറ്റവും വേഗതയുള്ള 8000 കുതിരപ്പടിയെയും 2000 ഗാലിക് ലിബിയൻ കാലാൾപ്പടിയെയും താവളത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചു. 80 നുമീഡിയൻ സവാരിക്കാർ കോളത്തിന് വളരെ മുന്നിലായി സ്ക്രീൻ ചെയ്തു. അവർ കണ്ടുമുട്ടുന്ന ആരെയും പിടിക്കുകയോ കൊല്ലുകയോ ചെയ്യണമെന്ന് ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ അല്ലെങ്കിൽ അവർ ഒരു സാധാരണ തീറ്റത്തേടൽ സംഘമാണെന്ന് ധാരണ നൽകണം. 3 ദിവസത്തിനു ശേഷം ഹാനിബാൾ നഗരത്തിൽ നിന്ന് അധികം ദൂരമില്ലാത്തൊരു മലയിടുക്കിൽ കോളം നിർത്തി കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരുന്നു. ഇവിടെ അവൻ ഒരു ദിവസം സൈനികർക്ക് വിശ്രമം നൽകുകയും തന്റെ പദ്ധതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. അടുത്ത രാത്രി ആക്രമണം തുടങ്ങി. പൂർണ്ണ നിശബ്ദതയിൽ ഹാനിബാൾ 6000 കുതിരപ്പടിയെയും 1000 കാലാൽപ്പടയെയും ടെമനഡി ഗേറ്റിലേക്ക് നയിച്ചു. നിക്കോയും ഒരു കൂട്ടം ഗൂഢാലോചനക്കാരും ഒപ്പമുണ്ടായിരുന്നു. സൈനികരോട് ഒതുങ്ങി നിൽക്കാനും ഹാനിബാളിന്റെ ഓരോ ഉത്തരവും അനുസരിക്കാനും ഉത്തരവിട്ടു. തെക്കേ ഫിലോമെനസ് 1000 ലിബിയൻ കാലാൽപ്പടയുടെ ഒരു സംഘത്തെ തന്റെ വേട്ടയാടൽ പര്യവേക്ഷണങ്ങൾക്കായി പതിവായി ഉപയോഗിക്കുന്ന സൈഡ് ഗേറ്റിലേക്ക് നയിച്ചു. 2000 കുതിരപ്പടിയെ രക്ഷപ്പെടാൻ സഹായിക്കാനോ ആക്രമണം ശക്തിപ്പെടുത്താനോ ഒരു പിൻഗാർഡായി നിർത്തി. ടാരന്റൈൻ ഗൂഢാലോചനക്കാർ മനഃപൂർവ്വം ഈ രാത്രി തെരഞ്ഞെടുത്തത് കാരണ്ടതിൽ പൊൻകൂടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു വിരുന്ന് നടക്കുകയായിരുന്നു. റോമൻ കോട്ടയുടെ കമാൻഡറായ ലീവിയസ് അതിൽ പങ്കെടുക്കുകയായിരുന്നു. മണിക്കൂറുകളോളം പാട്ടും ചിരികൊണ്ടും അവർ അവനെ കൊടിപ്പിച്ചു. അവസാനം അവനെ വീട്ടിൽ കൊണ്ടുപോകേണ്ടി വന്നു. സംഗീതം നിലച്ചപ്പോൾ കവാടങ്ങൾ തകർക്കപ്പെട്ടിരുന്നു. ഇരുട്ടിൽ നിന്ന് ഫിലോമെനസിന്റെ വിസിൽ കേട്ട് കാവൽക്കാർ അവനെ സൈഡ് പ്രവേശനത്തിലൂടെ കടത്തിവിട്ടു. അവർ തങ്ങളുടെ സമ്മാനം പരിശോധിക്കുമ്പോൾ 30 ലിബിയക്കാർ അകത്തേക്ക് പാഞ്ഞുകയറി. കുറച്ചു കാവൽക്കാരെ വേഗത്തിൽ കീഴടക്കി അവർ ബാക്കിയുള്ള കാലാൾപ്പടയ്ക്കായി ഗേറ്റ് തുറക്കാൻ തുടങ്ങി. അതേസമയം ഗൂഢാലോചനക്കാരുടെ സഹായത്തോടെ ഹാനിബാൽ പ്രധാന ഗേറ്റ് തകർത്തു. മിക്ക കാവൽക്കാരെയും ഉറക്കത്തിൽ അത്ഭുതപ്പെടുത്തി ഫോറത്തിലേക്ക് തെരുവുകളിലൂടെ പാഞ്ഞു. അവിടെ അവൻ ഫിലോമെനസിനെയും ലിബിയൻ കാലാൾപ്പടയെയും കാണേണ്ടതായിരുന്നു. അസംഘടിതരായ റോമൻ സൈനികർ തെരുവുകളിലേക്ക് പാഞ്ഞുകയറി. പക്ഷേ പെട്ടെന്ന് കീഴടക്കപ്പെട്ടു. ലിവിയസും അവന്റെ ഉദ്യോഗസ്ഥരും അവസാന നിമിഷം കോട്ടയിലേക്ക് രക്ഷപ്പെട്ടു. ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് നഗരത്തിനു ചുറ്റും മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ കാത്തിരുന്ന ഗൂഢാലോചനക്കാർ റോമൻ സൈനിക കാഹളങ്ങൾ ഊതി വിവിധ ഉത്തരവുകളുടെ ഒരു മിശ്രിതം മുഴക്കി. ഇത് റോമൻ സൈനികരെ കഷ്ണങ്ങളായി മാംസം പൊടിക്കുന്ന യന്ത്രത്തിലേക്ക് അയക്കുന്ന ഫലമുണ്ടാക്കി. എന്നിരുന്നാലും ഹാനിബാൽ എത്തുന്നതിനു മുമ്പ് കോട്ടയുടെ ഒരു നല്ല ഭാഗം ഇടുങ്ങിയ മുനമ്പിലൂടെ കോട്ടയിലേക്ക് പിൻവാങ്ങാൻ കഴിഞ്ഞു. ലിവിയസ് അടുത്തുള്ള മെറ്റാപോണ്ടത്തിലേക്ക് ഗോട്ടുവഴി ഒരു അടിയന്തര സന്ദേശമയച്ചു. പ്രഭാതമായപ്പോഴേക്കും ഹാനിബാൽ കോട്ടയെ നഗരത്തിന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ ഒരു മതിൽ പണിയാൻ ഉത്തരവിട്ടു. കോട്ട ടാരന്റം തുറമുഖത്തേക്കുള്ള ഒരേയൊരു പ്രവേശനം നിയന്ത്രിച്ചു. തൽക്കാലം ഉള്ളിലുള്ള ആളുകൾക്ക് കടൽ വഴി സാധനങ്ങൾ ലഭിക്കുമായിരുന്നു. മെറ്റാപോണ്ടത്തിലെ മുഴുവൻ കോട്ടയും ദിവസങ്ങൾക്കു ശേഷം എത്തി. ഹാനിബാൽ കോട്ടയെ ആക്രമിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തി. അതേസമയം റോമൻ സാധനങ്ങളുടെയും മനുഷ്യശക്തിയുടെയും കൂടുതൽ വരവ് തടയാൻ ഹാനിബാൽ ടാരന്റൻ കപ്പലുകൾ തുറമുഖത്തുനിന്ന് കരയിലൂടെ കൊണ്ടുപോകാൻ സംഘടിപ്പിച്ചു. ഖാലികളെ തെരുവുകളിലൂടെ വലിച്ചിഴച്ച് കടലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അവർക്ക് കോട്ട ഉപരോധിക്കാൻ കഴിഞ്ഞു. നേരിട്ടുള്ള ആക്രമണങ്ങൾ പരാജയപ്പെട്ടു. മതിൽ പൂർത്തിയായപ്പോൾ ഹാനിബാൽ ടാരന്റൻകാരെ ഉപരോധത്തിന്റെ ചുമതലയേൽപ്പിച്ചു. ടാരന്റം പിടിച്ചടക്കിയത് റോമക്കാർക്ക് കൈപ്പേറിയ ഒരു പ്രഹരവും ഹാനിബാലിന് ഒരു വലിയ എന്നാൽ അപൂർണമായ ഒരു വിജയവുമായിരുന്നു.
വലിയ റോമൻ കോട്ട എല്ലാ വിലയും കൊടുത്ത് ഉപരോധത്തെ അതിജീവിക്കാൻ ദൃഢനിശ്ചയിച്ചതായിരുന്നു. പലപ്പോഴും പട്ടിണിക്ക് സമാനമായ അവസ്ഥകൾ സഹിച്ചു. ഇതിന്റെ അർത്ഥം ടാരന്റത്തിന്റെ ശക്തി ഹാനിബാലിന്റെ യുദ്ധശ്രമത്തിന് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു. കാരണം പ്രതിരോധകർക്ക് കടൽ വഴി സാധനങ്ങളും സൈനിക സഹായവും ലഭിക്കുന്നത് തടയാൻ വിഭവങ്ങൾ നീക്കിനിൽക്കേണ്ടതുണ്ടായിരുന്നു. എന്നിരുന്നാലും ടാരന്റം പിടിച്ചടക്കിയതിലൂടെ ഹാനിബാൽ ഒരു ഡോമിനോ പ്രഭാവം സൃഷ്ടിച്ചു. കൂടുതൽ മെസാപ്പിയൻ സമുദായങ്ങൾ അവനോടൊപ്പം ചേർന്നു. സലേൻഡോ ഉപദ്വീപിന്റെ ഭൂരിഭാഗവും ഇപ്പോൾ അവന്റെ നിയന്ത്രണത്തിലായിരുന്നു. മെറ്റാപോണ്ടോവും ഹെറാക്ലിയയും കൂറുമാറി. ബ്രൂണ്ടിറ്റിൽ പോലും നഗരത്തിനുള്ളിലെ മെസാപ്പിയൻ പ്രഭുക്കന്മാർ റോമിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറാണെന്ന കിംവദന്തികൾ പ്രചരിച്ചു. BC 213 ഏപ്രിൽ ആയപ്പോഴേക്കും തെക്കൻ ഇറ്റലിയിലെ ഹാനിബാലിന്റെ പ്രദേശം അതിന്റെ ഏറ്റവും വലിയ വ്യാപ്തിയിലെത്തി. എന്നാൽ കർത്തേജിയൻ സൈന്യം അധികം കാലം വിശ്രമിക്കില്ലായിരുന്നു. ഭയാനകമായ വാർത്തയുമായി ഒരു സവാരിക്കാരൻ ടാരന്റത്തിൽ പ്രവേശിച്ച് ഹാനിബാലിനെ നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ശ്വാസം മുട്ടി സന്ദേശവാഹകൻ ഇറങ്ങി ഹാനിബാലിനെ സ്വീകരിക്കാൻ ഓടിച്ചെന്നപ്പോൾ അവൻ നിലത്തുവീണ് അവന്റെ കൈ ഒരു നോട്ട് നീട്ടി. അത് കപ്പുവയിൽ നിന്നായിരുന്നു. സന്ദേശം ഇങ്ങനെയായിരുന്നു: ഞങ്ങളെ 4 സൈന്യങ്ങൾ ഉപരോധിച്ചിരിക്കുന്നു, ഉടൻ വരിക.